بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഓൺലൈൻ മുഖേന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഉമറാക്കൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീദ് ഉസ്താദ് അവറുകളുടെ മുഹിബ്ബീങ്ങൾ, വീടുകളിൽ നിന്നെല്ലാം ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ഉമ്മപങ്ങന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നാട്ടുകാരും പരിസരക്കാരുമായ എത്രയോ സഹോദരീ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഭയുടെ ബർക്കത്ത് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബത്തിൽ നിന്നും അല്ലാഹു തആല എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ കഴിഞ്ഞ 9 ആണ്ട് പരിപാടികളിലും ഈ പരിസരം നിറഞ്ഞ് കവിഞ്ഞ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നാം നടത്താറുള്ളത്. നെല്ലിക്കുത്ത് അങ്ങാടി മുതൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ വീട് വരെയുള്ള ഈ റോഡ് വെള്ളപ്പട്ടാളം നിറഞ്ഞു ഒഴുകുന്ന വലിയ വലിയ ആലിമീങ്ങൾ, ചെറിയ മുതഅല്ലിമീങ്ങൾ, മുദരിസുമാർ, മുഅല്ലിംകൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ എത്രയോ സ്നേഹജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആണ്ടുകളിലൊക്കെ നാം കണ്ടിട്ടുള്ളത്. ഈ നാട്ടുകാർക്ക് അതിലെല്ലാം വലിയ ആവേശവും സന്തോഷവുമാണ്. ഈ വർഷം COVID-19 പ്രതിസന്ധി നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയാനില്ല. എന്നാൽ പോലും ചെറിയ ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിൻ്റെ മറ്റൊരു പതിപ്പ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ ആ സഭയിൽ കൂടിയ ആളുകൾ മാത്രമേ അത് കേൾക്കുകയും കാണുകയും ചെയ്യുകയുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മുള ഉസ്താദിൻ്റെ ഉദ്ഘാടനത്തോടു കൂടെ എല്ലാം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം ഇത് ദുബായിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അബുദാബിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, സിംഗപ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, മലേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആളുകളെല്ലാം ഇതിൽ ഭാഗഭാക്കാക്കുകയാണ്. അതിൽ കുട്ടികളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു വേള പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള സഹോദരിമാർക്ക് ദീനിയായ വിജ്ഞാനം സമ്പാദിക്കുന്നതിന് ഏറ്റവും നല്ല ഒരവസരം ഒത്തുകിട്ടിയതായിട്ടാണ് നമുക്ക് ഈ പുതിയ മാറ്റം കൊണ്ട് സാധിച്ചെടുക്കുന്നത്. ഏതിൻ്റെ പിന്നിലും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഖൈറ് കാണാൻ സാധിക്കുമല്ലോ. ഈ ആധുനിക ഉപകരണത്തെ നന്നായി ഉപയോഗിക്കാൻ വിചാരിക്കുന്ന ആളുകൾക്ക് നല്ല പോലെ പഠിക്കാൻ എത്ര നല്ല ആലിമീങ്ങളുടെ ക്ലാസ്സുകൾ, എത്ര നല്ല ആലിമീങ്ങളുടെ വഅളുകൾ, സയ്യിദന്മാരുടെ ദുആകൾ, ഇതൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വയന്ന മട്ടത്തിൽ ഇങ്ങനെ ഓൺലൈനിൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. എല്ലാം കൊണ്ടും നല്ല പ്രയോജനമുണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലും ഉപയോഗിക്കുന്ന രീതിയും അനുസരിച്ചാണല്ലോ അതിൻ്റെ ഗുണവ്യത്യാസങ്ങൾ. PSK ഏതായിരുന്നു വരി. അപ്പോൾ ഓൺലൈനിലൂടെ അത് വിതരണമായപ്പോൾ ധാരാളം ആളുകൾക്ക്, നേരത്തെ കിട്ടാത്ത എത്രയോ ആളുകൾക്ക് അതൊക്കെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനം കൊണ്ട് ദഅവത്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇപ്പം നമ്മുടെ ഈ റബീഉൽ ആഖിർ മാസം, ഓരോ മാസവും നമ്മെ വിട്ടുപിരിയുന്ന ഒട്ടേറെ മഹാന്മാരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും രക്തബന്ധത്തിൽ, വിവാഹബന്ധത്തിൽ, സംഘടനാ ബന്ധത്തിൽ, സ്ഥാപന ബന്ധത്തിൽപ്പെട്ടവരുണ്ട്.
മലപ്പുറം ജില്ല മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഓരോ മാസവും നമ്മൾ ആ മാസത്തിൽ വഫാത്തായിരിക്കുന്ന ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ദുആ മജ്ലിസ് സംഘടിപ്പിക്കുക പതിവാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട്. ഈ മാസം തന്നെ നമ്മൾ നോക്കിയാൽ ഔസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മുതൽ താജുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി നവ്വറല്ലാഹു മർക്കദഹു, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി നവ്വറല്ലാഹു മർക്കദ, അങ്ങനെ ഏകദേശം പ്രമുഖരായ നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചവരും നേരത്തെ ജീവിച്ചവരുമായി വളരെ പ്രമുഖരായ 40ഓളം മഹാന്മാരുടെ വഫാത്ത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് റെക്കോർഡിക്കലായി ഇതിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ എത്രയോ ഉമറാക്കൾ, അതേപോലെ നമ്മുടെ പ്രസ്ഥാനത്തിനും മറ്റുമൊക്കെ കൂടെ നിന്ന എത്രയോ ആളുകൾ, അവർക്കെല്ലാം വേണ്ടി മാസത്തിൽ ഓരോ മാസത്തിലും വഫാത്തായ ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകം ഒരു ദുആ മജ്ലിസ് നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്നുണ്ട്. ഈ മാസത്തേത് ഈ സഭയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക, ഇവിടെ വെച്ചുകൊണ്ട് നടത്തുക എന്നത് ആലോചിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് പറയുമ്പോൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചെറിയ KG ക്ലാസ് മുതൽ തുടങ്ങി ടോപ്പ് ലെവലിലെ വിദ്യാഭ്യാസത്തിന് ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും അത്യാധുനിക രീതികൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ നെല്ലിക്കുത്ത് ഉസ്താദ് നേരത്തെ അവിടുത്തെ ദർസിൽ നടപ്പാക്കി പോന്നിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉസ്താദ് ശരിക്കും ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അത് ഉസ്താദിൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പലപ്പോഴും ഉസ്താദുമാരൊക്കെ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു പതിവ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുക്കൽ എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു പാകപ്പിഴവോ അതല്ലെങ്കിൽ ഒരു പഠനത്തിൽ നിലവാരക്കുറവോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുതൽ ദേഷ്യം പിടിക്കുക എന്നുള്ളതാണ്. ഏതൊരു വീഴ്ച നമ്മൾ കണ്ടാലും ആ വീഴ്ചയ്ക്ക് നമുക്ക് പരിഹാരം എന്താണ്? നമ്മൾ നന്നായിട്ടൊന്നാണ് ദേഷ്യം പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഒലബൊക്കെ പാടുണ്ട്, നമ്മുടെ ഉസറൊക്കെ പാടുണ്ട് കാണിച്ചിട്ട് അങ്ങനെ ഒരു രീതിയാണ് നമ്മളെല്ലാവരും. അതിലിപ്പോൾ നമ്മളാരും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പൊതുവെ ഒതുങ്ങണവരോടാണ് ദേഷ്യം വേം വരിക. എന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എങ്ങനെയാണ്? ഉസ്താദ് അവർകൾ ഒരു കേസ് കേട്ടാൽ ആ കേസ് ഇങ്ങനെ പറഞ്ഞാൽ, ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ച് ഒരു കേസ് ഇങ്ങനെ പറഞ്ഞാൽ അതിങ്ങനെ ഗൗരവത്തിൽ കേൾക്കും. പക്ഷേ ഉസ്താദിനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം ഉള്ളിൽ ഉസ്താദിനൊരു ചിരി ഇങ്ങനെ ഉണ്ട്. പറയണ ചങ്ങായി ഭയങ്കര കാര്യമായിട്ട് പറയുമ്പം അതൊന്ന് കാര്യമായിട്ട് തന്നെ കേൾക്കുള്ളൂ. അപ്പോൾ ഉസ്താദ് കേൾവി, ഒരു കേൾവി സുഖം എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിൽ വലിയൊരു സംഗതിയാണ്. കേൾവി സുഖം അത് മനഃശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വേദനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വരികയാണ്. ഞാനും നിങ്ങളൊരു ഉദാഹരണമായിട്ട് ഓർമ്മപ്പെടുത്താം. ഞാനിപ്പോൾ മലപ്പുറം ജില്ലാ SBS-ൻ്റെ അങ്ങനത്തെ ആൾ, മറ്റേ മുസ്ലിം ജമാഅത്തിൻ്റെ അങ്ങനത്തെ ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാൽ പിന്നെ മൂപ്പരോട് പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് നിങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വരികയാണെന്ന് വെച്ചോളി. നിങ്ങൾ അത് പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയണം, ഈ നിർത്തിക്കളാം, എനിക്കതൊക്കെ അറിയാം, ഇതൊക്കെ ഞാൻ മുമ്പും കേട്ടതാണ് എന്ന് പറയുന്നതോടുകൂടെ ആ വന്ന ആൾക്ക് എന്നോടുള്ള എല്ലാ മതിപ്പും എല്ലാ ബഹുമാനവും, അയാൾ ആ പ്രശ്നം എൻ്റെ മുമ്പിൽ പരിഹരിക്കപ്പെടൂല എന്ന് അയാൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. എന്തുകൊണ്ട്? അയാളെ പറയാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരുന്നത് വരെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നതാണ് കേൾവി സുഖം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കല്ല സുഖം, നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടാൽ നിങ്ങൾക്കത് വലിയ സുഖമാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ മൂപ്പർ കേട്ടിക്കണം, എല്ലാ സംഗതി മൂപ്പർ. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നു, ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നിട്ട് രോഗം പറയാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ മൂപ്പര് എഴുതാൻ തുടങ്ങിയാലേ ആ മരുന്ന് കുടിച്ചാതൊക്കെ അല്ല. നിങ്ങൾ നോക്കണ്ടി, മൂപ്പരൊരു പക്ഷേ മനസ്സിലായി എഴുതുന്നതാണ് ഈ കാരണം. നമ്മൾ ഈ രോഗം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ, എനിക്കിങ്ങനെ പള്ളിയിലെടുത്താൻ തുടങ്ങി, അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും വയറ്റുവേദന ഉള്ള ഒരു കാര്യമാണ് വെച്ചാൽ അപ്പോഴൊക്കെ ഡോക്ടർ എഴുതാൻ തുടങ്ങും. ആ മരുന്ന് വെറുതെ വാങ്ങിക്കൊണ്ടുപോകാണ്, അത് കുടിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മളെ മനസ്സിലുള്ളത് ഇതിൻ്റെ രോഗം അയാൾ കേട്ടിട്ടില്ല, ഇതിൻ്റെ രോഗം അയാൾ മനസ്സിലാക്കിയിട്ടില്ല. അതേ സമയത്ത് രോഗി ആ രോഗം പറയും, ആഹാ വയറ്റുവേദന എപ്പോഴെപ്പോൾ തുടങ്ങിയത്? 2 ദിവസമായി. എങ്ങനെ ഒരു ഉരുട്ടിപ്പരറ്റലുണ്ടോ? ആ ഉണ്ട്. ഒരു ഓക്കാനം വരുന്ന മാതിരിയുണ്ട്? ആ ഉണ്ട്. ഒരു നാവുമ്മലൊക്കെ ഇങ്ങനെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന മാതിരിയുണ്ടോ? ഇങ്ങനെ ഒരു 3-4 ചോദ്യം രോഗിയോട് ഇങ്ങനെയാണ് ചോദിക്കുമ്പോഴേക്ക് രോഗിക്ക് പകുതി സുഖമായി. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മെ പഠിപ്പിച്ച ഒരു മനഃശാസ്ത്രം. എന്താ കാരണം?
ഈ ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായ നമ്മളൊക്കെ ഒരു മഹല്ലത്തേക്ക് ദായികളായി പോകാൻ, ഒരു മഹല്ലത്തേക്ക് ദായിയായി പോകാൻ, ഒരു മഹല്ലത്തിൽ ചെല്ലുമ്പോൾ ആ മഹല്ലത്തിൽ ഒരു 300 വീട്, ആ 300 വീട്ടുകാരിൽ പ്രമുഖ ഉദ്യോഗസ്ഥരുണ്ടാവും, നല്ല പണക്കാരുണ്ടാവും, നല്ല ഉമറാക്കളുണ്ടാവും, അതേപോലെ തന്നെ വലിയ തമ്മാടികളുണ്ടാവും, അതേപോലെ തന്നെ സാധാരണക്കാരുണ്ടാവും. അവരെ എല്ലാം എങ്ങനെ നമുക്ക് സ്വാംശീകരിച്ച് കൂടെ നിർത്താൻ സാധിക്കും എന്നതിൻ്റെ ഒരു പ്രത്യേക പ്രാക്ടീസ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ശൈലിയിൽ നിന്ന് നമുക്ക് കണ്ടു, ഉസ്താദിൽ നിന്ന് ചോദിച്ചു. ഉസ്താദ് ആ രൂപത്തിൽ കുട്ടികളെ വളർത്തിയെടുത്തു. വല്ലാത്ത മനഃശാസ്ത്രജ്ഞനായിരുന്നു ഉസ്താദ്. എന്തെല്ലാം കേസുകളുണ്ടെങ്കിലും ഉസ്താദിന് മുമ്പിൽ തുറന്ന് പറയാം. ഞങ്ങൾ നന്ദി ദാറുസ്സലാമിൽ പഠിക്കുന്ന സമയത്തുള്ള ആളുകളാണ്. ഇതൊക്കെ ഇപ്പോൾ അച്ചടക്കത്തിൽ ഇരിക്കുന്നത് കാര്യമല്ല. ഇതൊക്കെ ഏതേലും മക്കൾ കാര്യങ്ങൾ അല്ലാഹു തആല എല്ലാ ഖൈറ് നൽകുമാറാവട്ടെ. അപ്പോൾ പല കേസുകളും ഒരിക്കൽ നമ്മൾ വിദ്യാർത്ഥികളാകുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോരോ സംഗതി. അപ്പം നമ്മൾ ദാറുസ്സലാമിൽ പഠിക്കണ കാലത്ത് നമ്മളെ മജീദ് വലിയ തോട്ടുപേര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരിക്കൽ സാഹിത്യ സമാജത്തിൻ്റെ കണക്ക് ബുക്ക് ഉണ്ടായിരുന്നു, അക്കൗണ്ട് ബുക്ക്. ആ അക്കൗണ്ട് ബുക്ക് എടുത്ത് പാത്തച്ച് ജനറൽ ബോഡിയിൽ കണക്ക് അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ അക്കൗണ്ട് ബുക്ക് ഇല്ല. എന്തു ചെയ്യും? അപ്പോൾ ഒരു പനമരത്താരനൊരു സ്നേഹിതനാണ്. അപ്പോൾ ഓനോട് ഞാൻ ഒരു പിത്തനെ പറഞ്ഞു, ഇജൊന്നും ബേജാറാണ്, സഭ സന്തോഷമായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരും, അത് ഇജാണ് പറഞ്ഞാൽ മതിയാണ്. സഭയൊക്കെ എല്ലാവരും കൂടി ജനറൽ ബോഡി ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ കൂടുന്ന സമയത്ത് അക്കൗണ്ട് ബുക്ക് കാണാനില്ല. അപ്പോൾ ഈ കണക്കെഴുതിയ സെക്രട്ടറി ഇങ്ങനെ നോക്കും എന്താ പറയേണ്ടത്. ഞാൻ അതുകൊണ്ട് നീച്ചിട്ട് ചെവി പറഞ്ഞു, പഴയ ബുക്കാണ് കാണാനില്ലാത്തത്, ഞാൻ പുതിയൊരു ബുക്കാണ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞോളാം. ഒന്നും ആലോചിച്ചില്ല, അതാണ് പറഞ്ഞത്. സുബ്ഹാന ജലൽ. അക്കൗണ്ട് ബുക്ക് കാണാത്തതിനെ പുതിയൊരു ബുക്കാണ് വാങ്ങിക്കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? സഭ ആകെ കുലുമാൽ. ഇത് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആകെ കുലുമാൽ. കേസൊക്കെ പാടുന്നത് എൻ്റെ ഉസ്താദിൻ്റെ എത്തിയത്തെ പുസ്തകം വെച്ചു, കൂറ്റമ്പാറുണ്ടേനെ അവിടെ വെച്ചു. ഉറപ്പാണ് ഉസ്താദിന് ഞാനാണ് ഉസ്താദിൻ്റെ ആക്കിക്കണത്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്താണ്. അപ്പം നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് നമ്മളെ പറ്റിയൊരു കേസ് ചെന്നാൽ, നമ്മളിപ്പോൾ ഒരു ഗൗരവമുള്ള കേസ് ഉസ്താദ് ഇങ്ങനെ ഗൗരവത്തിൽ കേട്ടിരിക്കും. അത് ശരി. അപ്പോൾ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അപേക്ഷ അല്ലെങ്കിൽ അയാളുടെ അവതരണം, അയാൾ പറയാൻ വന്ന കേസ്, അയാൾ ചോദിക്കാൻ വന്ന മസ്അല, ഒരു സാധാരണക്കാരൻ വളരെ നിസ്സാരമായ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നാൽ ആ മസ്അല ചോദിക്കുമ്പോഴേക്ക് നമ്മളടുത്ത് ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നാൽ അയാൾ ചോദിച്ച് തീരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ മറുപടി പറഞ്ഞാൽ നമ്മളെ ഇൽമു തെളിയിക്കലല്ല, മറിച്ച് ഉസ്താദ് പിന്നെ ആ ചോദിച്ച ആളെ അതൊന്നും ഇങ്ങനെ നല്ലോണം വിസ്തരിച്ചിട്ട് വീണ്ടും ഒന്ന് ചോദിച്ച് അയാൾക്ക് നല്ലോണം ചോദിക്കാനുള്ള അവസരം കൊടുത്തു, മസ്അല ഇങ്ങനെ നല്ലോണം ചോദിക്കാനുള്ള അവസരം കൊടുത്ത്, എന്നിട്ട് നല്ലപോലെ അയാൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ ഉസ്താദിൻ്റെ മറുപടി വരുള്ളൂ. എന്തിന്? അയാൾ ചോദിച്ചതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്നും അതൊരു ചോദിച്ച് പഠിക്കേണ്ട മസ്അല തന്നെയാണെന്നും അതേ സമയത്ത് നമ്മളെടുത്തൊക്കെ ഒരാൾ ചോദിച്ചാൽ വന്ന് ഇതൊക്കെ ഇപ്പം ചോദിച്ചു പഠിച്ചിട്ടുള്ളൂ, ഇപ്പോഴപ്പം ഇതൊക്കെ എത്ര കാലമായി നിസ്കരിച്ചു തുടങ്ങിയിട്ട് ഇപ്പോഴപ്പം ഇതൊക്കെ ചോദിച്ചു പഠിക്കണത്. അങ്ങനെയല്ല ഉസ്താദിൻ്റെ ശൈലി. ചോദ്യകർത്താവിൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മസ്അല അയാൾ പഠിക്കേണ്ടത് തന്നെയാണ്. അയാളെ നല്ല പോലെ ഒന്ന് സന്തോഷിപ്പിച്ച് അയാളെ നല്ല പോലെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മാത്രമേ അയാൾക്കത് പറഞ്ഞു കൊടുക്കുള്ളൂ. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഗുണം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഉസ്താദിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. നോക്കണം, ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നാൽ അത് മാത്രമല്ല, ഏത് സംഗതിക്കും കുറ്റിയടിക്കാൻ വേണ്ടി പോയി, ഉസ്താദിനെയും കൂട്ടിയിട്ട് കുറ്റിയടിക്കാൻ വേണ്ടി പോയി നമ്മൾ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം അവിടെ ചെന്ന ഉസ്താദ് ഇങ്ങനെ ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കയർ അങ്ങോട്ട് പിടിപ്പിച്ച് ഇങ്ങോട്ട് പിടിപ്പിച്ച് മറ്റേത് അങ്ങോട്ട് പിടിപ്പിച്ച് ഇങ്ങോട്ട് നീളത്ത് പിടിപ്പിച്ച് അതൊക്കെ. അപ്പം ഞാൻ ഒരിക്കൽ ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല എവിടെയപ്പോൾ കുറ്റി അടിച്ചിട്ടുണ്ടെന്ന്, വെറുതെ ഇഞ്ഞെക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിപ്പിച്ച് ഞാൻ ആ വടകര ഭാഗത്തൊക്കെ നമുക്ക് കുറേ അറിയണ സ്ഥലമുണ്ടായി. ഉസ്താദിനും കൊണ്ടുപോയി. അപ്പോൾ ഉസ്താദിനോട് എന്താ പറയുന്നത്, ആട്ടെ അങ്ങനെയല്ല, അതവിടെ നമ്മളവിടെ ചെന്നോടുമ്പോൾ നമുക്ക് ചെന്നോടുമ്പോൾ തന്നെ മനസ്സിലായി കിണറ്റിന് കുറ്റി അടിച്ചിട്ടുണ്ട്, ഇന്നോടത്ത് വെള്ളമുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന് കയറോടുമ്പോൾ തന്നെ ഒരു കുറ്റിനെടുത്താൽ ഇവിടെ മേടിക്കാണ് എന്ന് പറഞ്ഞാൽ ആ പെരക്കാർക്ക് ഒരിക്കലും തൃപ്തിയാവില്ല. അതേ സമയത്ത് നിങ്ങളഭിപ്രായം എവിടെയാണ്? നിങ്ങൾക്ക് എവിടെയാണ് കിണർ സൗകര്യം തോന്നുന്നത്? ഒന്ന് അങ്ങോട്ട് നീളത്ത് പിടിച്ച്, ഒന്ന് വീതി പിടിച്ച്, ഒന്ന് ഇങ്ങോട്ട് പിടിച്ച്, അങ്ങനെയൊക്കെ പാടുണ്ടാകുമ്പോൾ തന്നെ കേൾക്കണം.
വെള്ളം കിട്ടാതെ കൂല അത്തരം നോക്കിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അതാണ് ഉസ്താദിൻ്റെ മനഃശാസ്ത്രം. ആ കുറ്റിയടിച്ചതിനൊപ്പം നിന്ന ആളുകൾക്ക് മുഴുവനും എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിന് ആർക്കായാലും നമ്മളൊരു മാനസികാവസ്ഥയുണ്ട്. ഒരു വിഷയത്തിനെ രുചികരമായി ഇടപെടുക. ഒരു വിഷയത്തിന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മനുഷ്യന്മാർ മൂന്ന് വിധമാണ്. ഒരു വിഭാഗം ആരാണ്? ഭക്ഷണം പോരാത്ത വിഭാഗം. അവര് ഉദാഹരണം എന്താണ്? അവര് ഭക്ഷണം പോരാത്ത മനുഷ്യന്മാർ. എന്താ ഭക്ഷണം പോരാത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ? ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭക്ഷണം പോരാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, നല്ല ചൂടുള്ള നെയ്ച്ചോറ് അല്ലേ, ആവി ഇങ്ങനെ പോണേ നല്ല ഒരു നെയ്ച്ചോറ്, കണ്ണിയാങ്ങൻ്റെ അച്ചാർ, എങ്ങനെ ഉണ്ടാവും? ഒറ്റൊന്ന് ആന്ന് പറയണില്ലല്ലോ, തൊള്ളയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്ന ഒരു ഭക്ഷണം, രുചികരമായ ഒരു ഭക്ഷണത്തെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും. ആ ഭക്ഷണം കിട്ടിയെങ്കിൽ, നാളെ ബോംബെ പോയപ്പോൾ കുടിച്ച ഒരു ചായ, അന്ന് നമ്മൾ ആ കോഴിക്കോട് പോയപ്പോൾ കഴിച്ച ഒരു ഭക്ഷണം, അന്ന് മർക്കസിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, മർക്കസിൽ നിന്ന് കിട്ടിയ ഒരു ഭക്ഷണം. അങ്ങനെ നമ്മൾ ഒരു ഭക്ഷണത്തെ പറ്റി നമുക്ക് എപ്പോഴും രുചികരമായ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തെ നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കും. അത് നമ്മുടെ മനസ്സിലെപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ തൊള്ളയിൽ ഇങ്ങനെ ഒരു വെള്ളം ഊറൂലേ. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ നേര് പറഞ്ഞാണ് ഉറപ്പന്നല്ലേ? അപ്പോൾ ഉറപ്പ് അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? വായിൽ ഇങ്ങനെ ഒരു വെള്ളം വന്നു. ഇങ്ങനെയാണ് ചില മനുഷ്യന്മാർ, ഭക്ഷണത്തെ പോലെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ആളുകളെ കാണൽ നമുക്ക് സന്തോഷം, അവരെ കേൾക്കൽ സന്തോഷം, അവരോട് സംസാരിക്കൽ സന്തോഷം, അവരെ കൂടെ നടക്കൽ സന്തോഷം, അവരെ സഹവസിക്കൽ സന്തോഷം, അവരെ പറ്റി കേൾക്കൽ സന്തോഷം. അങ്ങനെയാണ് ചില മനുഷ്യന്മാർ, ഭക്ഷണം പോരാത്ത മനുഷ്യന്മാർ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അങ്ങനെയാണ്. ഉസ്താദിനെ കാണുക, ഉസ്താദിനോട് സംസാരിക്കുക, ഉസ്താദിൻ്റെ അടുത്ത് എല്ലാം ഒരു സന്തോഷകരമായി. ഒരിക്കലും ഉസ്താദിൻ്റെ അടുത്ത് ഒരു നീരസപ്പെട്ട്, ഒരു വിഷമിച്ച്, ഒരു ദേഷ്യപ്പെട്ട്, ഒരു വെറുപ്പായിട്ട് പിരിയേണ്ട അവസ്ഥ ഒരാൾക്കും ഉണ്ടാകില്ല. ഉസ്താദിനുമായി ബന്ധപ്പെടുന്ന ആർക്കും, ചെറിയവർക്കും വലിയവർക്കുമൊക്കെ ഭക്ഷണം പോരാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വിഭാഗത്തെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെങ്ങനെ? അവർ മരുന്ന് മാതിരിയാണെന്ന് പറഞ്ഞു. എന്താ മരുന്ന് പോലത്തെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ? അത്യാവശ്യം ഉണ്ടെങ്കിലേ അടുക്കേണ്ടതുള്ളൂ. മരുന്ന് നമ്മളിങ്ങനെ എപ്പോഴും ഇതല്ലല്ലോ, മരുന്ന് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കണില്ലല്ലേ നമ്മൾ, ഉണ്ടോ? ഇല്ല. മരുന്ന് പോലത്തെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അത് ഒരു അത്യാവശ്യമാകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ടതാണ് മരുന്ന്. അങ്ങനെ നമുക്ക് കാണുന്നില്ല, അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്താവുള്ളൂ? കാണാൻ നിൽക്കുള്ളൂ. അതാണ് ചില ആളുകളുടെ സ്വഭാവത്തിന്റെ വ്യത്യാസമാണ്. മൂന്നാമത്തെ ഒരു കൂട്ടരാരാ? ഓരോ സ്വഭാവം എന്താ? ഒരു രോഗം പോലത്തെ മനുഷ്യന്മാർ, തീരെ കാണണ്ടെന്നൊക്കെ. ചില മനുഷ്യന്മാർ ഉദാഹരണം രോഗം മാതിരിയാണ് ഒരു എന്നാ പറഞ്ഞത്. എന്താ രോഗം മാതിരി എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും വിചാരിക്കുമോ പടച്ചോനെ എനിക്ക് ക്യാൻസർ ഉണ്ടായെങ്കിൽ? ആരും വിചാരിക്കൂല. എന്ന മാതിരി ഓരോ കണ്ടെങ്കിൽ എന്ന് ഒരാളും വിചാരിക്കൂല. അത്ര അങ്ങനെയാവും അവൻ്റെ സ്വഭാവം. അപ്പോൾ സ്വഭാവത്തെ വർണ്ണിച്ചുകൊണ്ട് ഹുസ്നുൽ ഖുലുഖിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നിടത്ത് കാണാം, മുഅ്മിനീങ്ങൾ ആ മൂന്ന് വിധത്തിലാണ്. ഭക്ഷണം പോലത്തെ മനുഷ്യന്മാർ, മരുന്ന് പോലത്തെ മനുഷ്യന്മാർ, രോഗം പോലത്തെ മനുഷ്യന്മാർ. രോഗം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആരും വിചാരിക്കണില്ല. എന്ന മാതിരി അങ്ങനത്തെ പോലെ കാണാൻ തന്നെ നമ്മൾ വിചാരിക്കണില്ല. നമ്മളെ സുഹൃത്തുക്കളിൽ എത്ര ആളുകളുണ്ട് നമ്മളാരും വരെ കാണാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ? അതേ സമയത്ത് നമുക്ക് എത്രയോ വേർപിരിയാൻ സാധിക്കാത്ത ഒരു ബന്ധം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഉസ്താദിന്റെ കൂടെ ജീവിച്ച ഏതൊരാൾ, സാധാരണക്കാരനായാലും അതേപോലെ തന്നെ മുതഅല്ലിമായാലും എല്ലാവർക്കും ഓരോ ആളുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്തുക. അത് ഉസ്താദിന്റെ ഒരു പ്രത്യേകത. മനസ്സിലാക്കി അവരെ വളർത്തുക. ഒക്കെ നിങ്ങൾ ഇപ്പൊ നമ്മൾ സാധാരണ മുതഅല്ലിമീങ്ങളൊക്കെ ഓതുന്ന സമയത്ത് കുറച്ചൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ബുദ്ധിയല്ലല്ലോ. ഇനി ബുദ്ധിയിൽ വ്യത്യാസം തന്നെ. ചില ആളുകൾക്ക് നമ്മളൊക്കെ കുട്ടികൾ പഠിക്കണില്ല എന്ന് പറയും. പഠിക്കണില്ല എന്ന് പറഞ്ഞ കുട്ടിയും കുത്തിത്തിരിപ്പിൽ ഭയങ്കര ഉഷാറേക്കാണ്. ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി കൊടുത്താൽ ഓനത് വായിച്ച് പൂർത്തിയാക്കി പഠിക്കാൻ പ്രയാസമായിരിക്കും. അതേ സമയത്ത് ഓൻ്റെ അടുത്ത് കമ്പ്യൂട്ടർ കൊടുത്താൽ, ഓൻ്റെ അടുത്ത് ലാപ്ടോപ്പ് കൊടുത്താൽ, ഓൻ്റെ അടുത്ത് ഒരു മോട്ടോർ സൈക്കിൾ കൊടുത്താൽ അത് കുത്തിക്കഴിച്ചിട്ട് അങ്ങനത്തെ രണ്ടാമത് റെഡിയാക്കി അതിനൊക്കെ ഉഷാറായിരിക്കും. അപ്പോൾ അവൻ്റെ ബുദ്ധി ഒരു മെക്കാനിക്കൽ ഐറ്റംസിലാണ് വേണ്ടത്. ചില കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിലാണ് കഴിവ്, ചില ആളുകൾക്ക് ഡോക്ടറാകാൻ സയൻസിലാണ് കഴിവ്, വേറെ ചില കുട്ടികൾക്ക് വേറെ രീതിയിലാണ് കഴിവ്. കഴിവുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് കിതാബ് ഓതുന്ന കുട്ടികളെ ഒരു കഴിവ് കൂടുതൽ കുറവ് എന്ന് വ്യത്യാസപ്പെടുത്താതെ ഉസ്താദ് പറയും എല്ലാത്തിനും ആളുവാണ്, എല്ലാത്തിനും ആളുവാണ്. അതാണ് ബാങ്ക് കൊടുക്കാൻ, മഅ്ശറ വിളിക്കാൻ, മദ്രസ പഠിപ്പിക്കാൻ, അതിനൊക്കെ ആളുവാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങളിൽ അത്ര ഇവന് ഉയരാൻ കഴിയുള്ളൂ. ആ രൂപത്തിൽ ഓനെ വളർത്തും.
മറ്റൊരാൾ നല്ല മുദരിസാകാൻ കഴിവുള്ള ആളാണ്, ഓനെ ആ രൂപത്തിൽ വളർത്തും. വേറെ ഒരാൾ നല്ല സൗണ്ടും കാര്യമൊക്കെയാണ്, ഓനെ നല്ല ഖുതുബക്കും നല്ല സംഗതിക്കും ആ രൂപത്തിൽ വളർത്തും. ഒരിക്കലും അവനിൽ ഉള്ള കഴിവിനെ വളർത്തുകയല്ലാതെ ഉസ്താദ് ഒരാളെ നിരുത്സാഹപ്പെടുത്തുകയില്ല. അതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ മനഃശാസ്ത്രം. ഏറ്റവും വലിയ മനഃശാസ്ത്രം. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനം എന്താണ്? വടിയെടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കലല്ല, അതേപോലെ തന്നെ പോക്കിരിത്തരം കാട്ടിയിട്ട് പഠിപ്പിക്കലല്ല. പിന്നെന്താണ്? കുട്ടികളും ഉസ്താദും ഒരു ലയിച്ചു ചേരുക, ഉസ്താദും കുട്ടികളും ലയിച്ചു ചേരുക. അതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ക്ലാസ്. നേരത്തെ ശൈഖുന AP ഉസ്താദ് പറഞ്ഞല്ലോ, സുബ്ഹാനല്ലാഹ്, സബുക്കുകളിലൊക്കെ ഒരു ഹദീസിന് വരുമ്പോൾ ബിദ്അത്തുകാരോടുമായി ഗണ്ണിക്കേണ്ടത് ഖാദിയാനിസത്തിന്റെ ഗണ്ണനമുള്ളതാണെങ്കിൽ, തബ്ലീഗിന്റെ ഗണ്ണനമുള്ളതാണെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഗണ്ണനമുള്ളതാണെങ്കിൽ, ബിദ്അത്തുകാരുടെ ഏതെങ്കിലും ഗണ്ണനമൊക്കെ വരുന്ന പദങ്ങളും വിഷയങ്ങളുമൊക്കെ ഉള്ളതാണെങ്കിൽ അവിടെ അന്ന് സഭ ദർസ് മുഴുവനും ഒരു വല്ലാത്ത ഒരു ഹരമായിരിക്കും ഉസ്താദിന്റെ ദർസ്. എല്ലാവരും മതി ഉസ്താദിന്റെ ദർസ്, എല്ലാവരും. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സഭയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ധാരാളമായി. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ രീതിയും അതാണ്. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ രീതി എന്താണ്? കുട്ടികളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ വെറും എഴുതി കൊടുക്കലും വായിക്കലും പഠിപ്പിക്കലും മാത്രം. ഇപ്പൊ വിദ്യാഭ്യാസം അങ്ങനെ മാറിയല്ലോ, രീതികളൊക്കെ മാറിയല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ കുട്ടികളെ കയ്യിലുള്ള ഈ മൊബൈലുണ്ട്, അതിലിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കൃത്യമായി കുട്ടികൾക്ക് ആ പറഞ്ഞതിന്റെ വിവരം കിട്ടിയാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ അപ്പുറമുള്ളതിനെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി, ഇത് നേരത്തെ തന്നെ നടപ്പാക്കി വരുന്ന രീതിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദർസും അവിടുത്തെ സബുക്കും ഒക്കെ. പണ്ടേ ദർസ് മുതൽക്ക് ഓതിപ്പടിച്ചിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ എപ്പോഴും മുതഅല്ലിമീങ്ങളിൽ ഒരാളെയും ഒരു ക്ഷീണിപ്പിക്കുന്ന തരത്തിലില്ല. പിന്നെ ഉസ്താദിന്റെ തമാശയും ഇൽമാണ്, അതാണ് വല്ലാത്തൊരു അത്ഭുതം. ഉസ്താദിന്റെ തമാശ ഒരു ഇൽമാണ്, ഉസ്താദിന്റെ കൂടെയുള്ള സംസാരം ഒരു ഇൽമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ രോഗം കഠിനമാണ്. എറണാകുളത്ത് വിശ്രമിക്കുകയാണ്, എടപ്പള്ളിയിൽ അവിടെ ഒരു വീട്ടിൽ വിശ്രമിക്കുക. ആ സമയത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. ഞാനും എൻ്റെ കൂടെ ഞങ്ങളൊരു 5-8 പേരുണ്ട്, കാണാൻ വേണ്ടി പോയി. ഒരിക്കലും ഉസ്താദിന്റെ രോഗം എന്താണെന്നോ ആ രോഗത്തിന്റെ പ്രതിവിധി എന്താണെന്നോ ഇപ്പൊ ആഫിയത്തിന്റെ സ്ഥിതി എന്താണെന്നോ എനിക്ക് തോന്നുന്നു ഉസ്താദ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു 5-6 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ എന്തപ്പത്തെ ഹാല്, ആഫിയത്തൊക്കെ അയക്കണം ഉസ്താദിന്. അതിന് മറുപടിയില്ല. എനിക്ക് ഇന്നതാണ് രോഗം എന്നോ അല്ലെങ്കിൽ ആ രോഗം കൊണ്ട് ഞാൻ വിഷമിച്ചു എന്നോ അതിൽ പ്രയാസപ്പെട്ടു എന്നോ ഒരിക്കൽ പോലും പറയുന്നില്ല. ഞാൻ എറണാകുളത്ത് ഉസ്താദ് താമസിക്കുന്ന സമയത്ത് ഒരു 3 പ്രാവശ്യം ഉസ്താദിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. രോഗം ഇവിടെ വീട്ടിലുള്ളപ്പോൾ വന്നിട്ടുണ്ട്. രോഗവും അതിൻ്റെ വിവരവും പറയാറില്ല. നമ്മൾ ചെന്ന ഉടനെ ഉസ്താദ് നിലമ്പൂരാ ഭാഗത്ത് അവിടെ നിങ്ങളാ ചെയ്ത് അവിടെ അങ്ങനെ ഒരു 4-5 വട്ടം അങ്ങനെ പറഞ്ഞിട്ട് അത്രയും നാം ആ ഭാഗത്ത് അവിടെ നമ്മളെ മലയോര പ്രദേശമാണ്, അവിടെ കുടിയേറ്റ മേഖലയാണ്. ഞാൻ മുമ്പ് ചെറുപ്പത്തിൽ അവിടെ ഓതിയിരുന്നു ചന്തക്കുന്നുമൽ. എൻ്റെ അമ്മോസൻ കുഞ്ഞസനാജിയായിരുന്നു അന്ന് മുദരിസ്. അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുകയുണ്ടല്ലോ, അത് നല്ല അതൊക്കെ ഇങ്ങനെ പറയാന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാ, ഇൽമു പറയാ, അത് പ്രചരിപ്പിക്കാനുള്ളത് പറയാ, ദഅവത്തിന് ആവശ്യമായത് പറയാ. അല്ലാതെ എനിക്ക് രോഗമാണ്, ഡോക്ടർ ഇപ്പം അങ്ങനെ കുറച്ച് വിഷമം പറഞ്ഞിരിക്കണേ, നിങ്ങളൊക്കെ എല്ലാവരും ദ്വാർന്നോളുണ്ട്, അങ്ങനെയുള്ള വിഷയമല്ല. അവസാനം നമ്മൾ ദ്വാ കൊണ്ട് ഏൽപ്പിക്കുമല്ലാതെ രോഗവും അതിൻ്റെ വിഷയവും എന്താണ് ഇതിൽ കാണുന്ന മനഃശാസ്ത്രം? 2 കാര്യമാണ്. ഒന്ന്, ഉസ്താദ് രോഗം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഉസ്താദ് കൂടുതൽ രോഗിയാവും. മനഃശാസ്ത്രത്തിൽ ഒരിക്കലും വിഷമമുള്ളത് അധികം പറയാൻ പാടില്ല. മനഃശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനം ഇരിക്കുന്നുണ്ടോ, ഞാൻ മനഃശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞ് തെറ്റിയാൽ. അപ്പോൾ മനഃശാസ്ത്രത്തിൽ എപ്പോഴും എങ്ങനെയാണ് വിഷമുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ല. ചില ആളുകൾ നിങ്ങൾ നോക്കേണ്ടി. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം. നമ്മളിപ്പോൾ നമ്മളെ കുടുംബത്തിലൊരു വീട്ടിലേക്കാണ് ചെന്നു. ആ വീട്ടിലേക്കാണ് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടുത്തെ അമ്മ ചോദിച്ചു, എനിക്ക് ഇതിലൊക്കെ വജ്ജ അറിയോപ്പം എന്തേ ഇപ്പം ഇതിലാണ് വജ്ജ് വായിച്ചത്, എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നൂല. കാരണം നമ്മളെങ്ങനെയോ കഷ്ടപ്പെട്ടുകൊണ്ട് വിവരം അറിയാമെന്ന് ചെന്ന് നോക്കുമ്പോൾ ഓരോ ചോദ്യം, എനിക്കിപ്പോൾ ഇങ്ങോട്ടൊക്കെ വജ്ജ അറിയും, എന്തേ ഇപ്പം ഇതിലാണ് വജ്ജ് വായിച്ചത്, ഇജ്ജൊന്നും ഇങ്ങോട്ട് കടക്കൽ മാറ്റിയൊരു കാലത്തിലായി പോയത് പൊയിഞ്ഞാണ്ട് പോകും. അതേ സമയത്ത് നമ്മളെ മൂത്തമ്മ ജീവിച്ചിരിപ്പുള്ളൂ. മൂത്തമ്മാൻ്റെ അടുത്ത് കാണിച്ചത്, കുട്ടിയെ അല്ലാ എങ്ങനെ ഞാനൊരു ഒഴിവ് കിട്ടിയത്, ഒരു ഒഴിവ് കിട്ടിയാൽ ജിപടത്തുനിന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം? ഒരു ഒഴിവ് കിട്ടിയാൽ ജിപടത്തുനിന്ന് എനിക്കറിയാം. അത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം? അതാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഉസ്താദിനെ സമീപിക്കുന്ന ഏതൊരാളെയും
അവനെ ഉസ്താദിലേക്ക് ആകർഷിപ്പിക്കുകയും അവനിൽ ഒരു ദഅവത്ത് നൽകുകയും ചെയ്തിട്ടല്ലാതെ ഉസ്താദ് വിടൂല. ഉസ്താദിന്റെ ജീവിതം മൊത്തം ദഅവത്തായിരുന്നു. മനസ്സിലാക്കുന്നവർക്ക് അത് നല്ല പോലെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ഉസ്താദിന്റെ ജീവിതം തന്നെ മൊത്തം എന്താണ്? ദഅവത്താണ്. അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഏതൊരാളും, ഉമറാക്കളാണെങ്കിൽ ഉമറാക്കൾക്കനുസരിച്ച്, സാധാരണക്കാരാണെങ്കിൽ സാധാരണക്കാർക്കനുസരിച്ച്, ഒരു വീട്ടിലൊരു ഒരു ഒരു കുറ്റിയടിക്കലോ മറ്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദ് പോയാൽ ആ വീട്ടുകാർ പിന്നെ ഉസ്താദുമായിട്ട് വളരെ വലിയ ബന്ധമായിരിക്കും. ഞാൻ ഈ ചമ്മാട് കൊടിഞ്ഞി ആ ഭാഗത്തേക്കൂടെയൊക്കെ ഉള്ള ധാരാളം വീട്ടുകാരുണ്ട്, ധാരാളം ആളുകൾ. അവിടെയൊക്കെ ഉസ്താദ് ഒരു കുറ്റിയടിച്ചാൽ വേണ്ടി പോയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ വീട്ടുകാർക്ക് ഉസ്താദിനോട് അത്രയധികം മഹബത്താണ്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഉസ്താദിൻ്റെ ഒരു പെരുമാറ്റം, ഒരു വലിയ മഹാനാണല്ലോ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, മലപ്പുറം ജില്ലാ സംയുക്ത ജമാഅത്ത് ഖാളി, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹാൻ. അങ്ങനെയൊക്കെയുള്ള ആൾ ഒരു വീട്ടിലേക്കാണ് ചെന്നാൽ ആ വീട്ടിൽ വളരെ ഒരു വിനയാന്വിതനായിട്ട്, കസേര ആരും വിട്ടിട്ടില്ലെങ്കിൽ ഉസ്താദിനെ എടുത്തിട്ടാണ്. അങ്ങനത്തെ രീതിയിൽ അവിടുത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയണതും കാര്യം ആ വീട്ടുകാർ ഉസ്താദിനെ പിന്നെ വല്ലാത്ത മഹബത്ത് വെക്കും. അതാണ് ഒരു മനുഷ്യന്റെ കഴിവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദായികളോട് ഓർമ്മപ്പെടുത്തിയ എന്താ? ബശ്ശിറ വലാ തുനഫിറ. ബശ്ശിറ വലാ തുനഫിറ. ഒരു സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിന്റെ ദായിയാണോ, ആ ദായിയായ ആള് സമൂഹത്തിൽ സന്തോഷമാവണം. നമ്മളൊരു SSFന്റെ ദായിയാണ്, നമ്മളൊരു SYSലൂടെ ദഅവത്ത് നടത്താൻ, മുസ്ലിം ജമാഅത്തിലൂടെ ദഅവത്ത് നടത്താൻ, ദർസിലൂടെ ദഅവത്ത്, ഏതിലായാലും ഒരു ദായിയായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബശ്ശിറ. രണ്ട് പ്രമുഖരായ സ്വഹാബാക്കളെ ദഅവത്തിന് അയച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണർത്തിയത് ബശ്ശിറ, നിങ്ങൾ ആ ജനങ്ങൾക്കിടയിൽ എന്തായിരിക്കണം? സന്തോഷമാവണം. നിങ്ങളെ കാണുന്നത്, നിങ്ങളെ കേൾക്കുന്നത്, നിങ്ങളോട് ബന്ധപ്പെടുന്നത്, നിങ്ങളെ വാക്ക് സ്വീകരിക്കുന്നത് എല്ലാം സുബ്ഹാൻ വലാ തുനഫിറ. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ ആരായി മാറാൻ പാടില്ല. നിങ്ങളെ കാണുന്നത് ആളുകൾക്കൊരു വെറുപ്പ്, നിങ്ങളോട് സംസാരിക്കുന്ന ആളുകൾക്കൊരു വെറുപ്പ്, അങ്ങനെയാകാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി മുതഅല്ലിമീങ്ങൾക്ക് പകർത്തി കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അനുഗ്രഹീത സ്വഭാവം അല്ലാഹു തആല ഉസ്താദ് അവർക്ക് നൽകിയായിരുന്നു. അല്ലാഹുവേ, നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. മഹാനായ ഉസ്താദ് അവർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 10ാമത്തെ ആണ്ട് ആയി. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഉസ്താദ് നമ്മെ പകർത്തി തന്നിരിക്കുന്ന ഇൽമ്, നേരത്തെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ പറഞ്ഞല്ലോ, അവിടുത്തെ കിതാബുകൾ ഇന്നും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അഖായിദ് സുന്നയൊക്കെ ദിവസവും എത്രായിരം ആലിമീങ്ങളാണ് മുതാല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിദ്ഈ രംഗത്തുള്ള ഏതൊരു പുതിയ വാദം കേട്ടാലും ഉടനെ, ഇന്നിപ്പോ നമ്മൾ ഗണ്ണന രംഗത്ത് നിലനിൽക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദോ അതല്ലെങ്കിൽ നമ്മുടെ കൊളത്തൂർ അലവി സക്കാഫിയെ പോലുള്ളവരോ, അവരൊക്കെ ഗണ്ണനത്തിന്റെ പുതിയ മറുപടികളും രീതികളും ശൈലികളുമൊക്കെ ആരിൽ നിന്നാണ് പകർത്തിയെടുത്തത്? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ. സാധാരണക്കാർക്ക് മനസ്സിലാണ്. ഇപ്പം നമ്മളെ ഈ എന്താണ് ഇതിന് പറയുക, യൂട്യൂബ്, അതിലിങ്ങനെ ഒരു പുതിയ പ്രസംഗം ഉസ്താദിൻ്റെത്, ഇങ്ങനെ പഴയ ഒരു പ്രസംഗം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഓടിക്കൊണ്ടിരിക്കണത്? ചായ കുടിക്കുന്നത്. അതാ വഹാബികൾ ചായ കുടിക്കാനില്ല. എന്തേ ചായ കുടിക്കാത്ത? റസൂലുള്ളാഹി കുടിച്ചിട്ടില്ല. അണ്ടാ, റസൂലുള്ളാഹി ചായ കുടിച്ചിക്കണം, റസൂലുള്ളാഹി ചായ കുടിച്ചിക്കണം. അപ്പോൾ റസൂലുള്ളാഹി ചായ കുടിക്കാത്തതുകൊണ്ട് ഞാനും ചായ കുടിക്കണില്ല. എന്നിട്ട് അതിൻ്റെ അവസാനങ്ങൾ കേട്ടോ, അല്ലാഹു റബ്ബി. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെച്ചാൽ റസൂലുള്ളാഹി ആകെ എത്ര വയസ്സായി ജീവിച്ചത്? 63 വയസ്സ്. അപ്പോൾ 63 ആയാൽ എനിക്ക് ജീവിക്കാൻ പറ്റും? 64 ആയപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റും? റസൂൽ ആകെ എത്ര കൊല്ലം ജീവിച്ചത്? 63. ഇപ്പം എനിക്ക് വയസ്സത്തെ 64. ഒരൊറ്റ വട്ടാണ്ട് കൊടുത്താൽ അപ്പോൾ കണ്ടോ. അതായത് ചില സംഗതികൾ എങ്ങനെയുണ്ട്, നമ്മൾ ചില സംഗതിക്ക് തെളിവും ബാക്കിയുള്ളതും ഒക്കെ നോക്കി നടക്കണേക്കാൾ സാധാരണക്കാരായ ആളുകളെ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ത്രീ ജമാഅത്തിന്റെ വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ മുതാലിമിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കോഴിക്കോട് മുജാഹിദിന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ചോദ്യം കൊണ്ട് പറഞ്ഞയച്ചു. എങ്ങനെ? സ്ത്രീകളെ പള്ളിക്ക് കൊണ്ടുപോയി അല്ലേ, പള്ളി കൊണ്ടുപോയിട്ട് അവിടെയും അടുക്കള പുഴുക്കള തന്നെ പെണ്ണുങ്ങൾ പള്ളിക്കൊക്കെ പോകാൻ പറ്റുമോ പറ്റൂല, അത് വേറെ കാര്യം. പോയി പള്ളിക്കൽ എത്തി വെക്കുമ്പോഴോ പള്ളിക്കലും പെണ്ണുങ്ങൾ അടുക്കള പുഴുക്കളെ. എന്താ പെണ്ണുങ്ങൾ കൗത്തേ പള്ളിയിലിരുന്നാൽ, എന്താ പെണ്ണുങ്ങൾ 1ാം സഫിലിരുന്നാൽ? പള്ളിക്കൊക്കെ കൊണ്ടുപോയിട്ട് ഓലെന്തിനാ അടുക്കളയിലാക്കിയത്?
അടുക്കളപ്പുഴുക്കളായിട്ടല്ലേ അവരെ ഇവിടുന്ന് കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടായത്. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അടുക്കളയിൽ ഇരുത്തല, അവിടെയും കിച്ചണിൽ ഇരുത്തല. എന്താ വഹാബികളെ പള്ളിക്കലൊക്കെ കിച്ചൺ ഉണ്ടാക്കിക്കുന്നത് എന്തിനാ? പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ ഇരിക്കാനൊരു കിച്ചൺ ഉണ്ടോ? അപ്പോൾ നമ്മളാരും ആലോചിക്കാത്ത ചില പുതിയത് ഉസ്താദ് പറയും. ആ പറഞ്ഞതാണെങ്കിലോ സാധാരണക്കാരൻ്റെ ഹൃദയത്തെ എന്നല്ല, ആരുടെ ഹൃദയത്തെയും ആ വിഷയത്തിൽ സ്വാധീനിക്കുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും അത്യാധുനിക ലോകത്ത് നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പുതുമകളാർന്ന സംഗതികളെ മുഴുവനും നേരത്തെ തന്നെ ഒരു മുതഅല്ലിമിനെ ആവാഹിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ മുതഅല്ലിമിനെയും ഉസ്താദ് മനസ്സിലാക്കി വളർത്തും. മഹല്ലത്തുകളിലേക്ക് പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഉസ്താദ് നമ്മളെ കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വിഷയം ചെറുതാക്കലും വലുതാക്കലും അറിയിച്ചു. നമ്മളൊരു മുന്തിരി ജ്യൂസാണ് അതിന് കൊടുക്കേണ്ടത് ഉസ്താദ്. നിങ്ങൾ നന്ദി പഠിക്കുന്ന സമയത്ത് ആ റോഡ് സൈഡിൽ തന്നെ ഒരു ജ്യൂസിൻ്റെ കണ്ട, അന്ന് മുന്തിരി ജ്യൂസേ ഉള്ളൂ. ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ട് ഉസ്താദിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാൽ അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇങ്ങനെ വയലൊക്കെ പറയുന്ന ആളാണ്, സംഘടന ആളാണ്, ഒരു വിഷയം ചെറുതാക്കലും വലുതാക്കലും അറിയണമെന്നാണ്. അപ്പം അതെങ്ങനെ ഉസ്താദ്? അടച്ചോനെ, പട്ടിക്കാട് കോലന്ന് ഈക്ക പിരിഞ്ഞു. ഇനി അതിൻ്റെ കഥ പറയാമല്ലോ. പട്ടിക്കാട് കോളേജിൽ നിന്ന് ഈക്ക പിരിഞ്ഞു. ഇനി ആ കോളേജിൻ്റെ കഥ പറയാമല്ല. എന്താ ഇപ്പോഴത്തെ സ്ഥിതി? ആരെ കണ്ടിട്ടപ്പം ഞാൻ പോണത്? അതിങ്ങോട്ട് പറഞ്ഞിങ്ങാണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട്. അപ്പം നമ്മളൊക്കെ പാടാകെ മൂപ്പരിപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞതുകൊണ്ടേ നന്ദിയിലും കൂടി ഒരു കോളേജായില്ലേ. ഇപ്പം കുഞ്ഞേക്ക് ഇപ്പം 2 കോളേജായി. പിന്നെ മൂപ്പരവിടെ ഉള്ളപ്പോൾ തന്നെ കോട്ടുമല ഉസ്താദ് ഇവിടെ കാര്യമായിട്ട് ദർശനമാണ്. ഇവിടെ കോട്ടുമലയുണ്ട്, അവിടെ മൂപ്പരുണ്ട്. 2 കോളേജായി നമുക്ക്. അല്ല ഇപ്പം അവന് പട്ടിക്കാട് ക്ഷീണമൊന്നുമില്ല അവിടെ കോട്ടുമല കണ്ട. ആദ്യം വിഷയം ഒന്ന് വലുതാക്കി, പിന്നെ അതിന് സാധാരണയിലേക്കാക്കി. വലുതാക്കണം ചെറുതാക്കണം പഠിപ്പിച്ചു തരാണ് ഉസ്താദ്. അതെ ഒരു മഹല്ലത്തിലേക്കും ഒരു സമൂഹത്തിലേക്കും, നമ്മളൊരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഒരു ഖാദിയുടെ മുമ്പിൽ വരുന്ന പ്രശ്നം, ഒരു സംഘടനാ നേതാവിന് മുമ്പിൽ വരുന്ന പ്രശ്നം, ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ വരുന്ന പ്രശ്നം, ആ പ്രശ്നങ്ങളെ വലുതായി കാണേണ്ടത്, ചെറുതായി കാണേണ്ടത്, നോർമലായി ആ പ്രശ്നം പരിഹരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു തരുന്ന ഒരു വല്ലാത്ത ഒരു ശൈലി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിൽ ഉണ്ടായിരുന്നു. അല്ലാഹു അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നമ്മുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇസ്ലാമിൻ്റെ പേരിൽ മാത്രം ഈമാനിൻ്റെ വിരോധികളാൽ ഖടാര കൊണ്ട് കുത്തേറ്റിരിക്കുന്ന ഏക പണ്ഡിതൻ ഈ നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് മാത്രമാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഖടാര കൊണ്ട് കുത്തിയിട്ട് മഞ്ചേരി, അന്ന് മെഡിക്കൽ കോളേജ് ആയിട്ടില്ലല്ലോ, ആ മഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലാണ്. ആ താലൂക്ക് ഹോസ്പിറ്റലിലെ കട്ടിലിൽ ഉസ്താദ് അവർകൾ കടാര കൊണ്ട് കുത്ത് കിട്ടിയിട്ട് ഉസ്താദ് കിടക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട MM കുഞ്ഞു മുഹമ്മദ് ഹാജി അടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് കരയാത്ത ഒരു മനുഷ്യൻ അന്നില്ല. ഉസ്താദിന് ആ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കണ്ണീരൊഴുക്കാത്ത ഒരു മനുഷ്യനും അന്നത്തെ സുന്നി ലോകത്തില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടുത്തെ ഈമാനികമായ അതിശക്തമായ ബഹുമാനപ്പെട്ടവരെ ഉറച്ച ഈമാന് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. ശത്രുവിൻ്റെ കടാരക്കിരയായിട്ടും ഉസ്താദ് അവർകൾ തളർന്നിട്ടില്ല. പിന്നെയും ഉസ്താദ് എത്ര നീണ്ട കാലം ദീനി ദഅവത്ത് നടത്തി, എത്ര ദർസ് നടത്തി. സുബ്ഹാനല്ലാഹ്, ചരിത്രങ്ങളിലേക്ക് അടക്കാൻ അധിക സമയം ഇല്ലല്ലോ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാനും, പക്ഷേ നാം ഈ മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? വിശുദ്ധ ഖുർആനിൽ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 1000-ലധികം ആയത്തുകൾ കാണാൻ പറ്റും. വളരെ പ്രധാനികളായ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അധ്യായങ്ങൾ തന്നെ സൂറത്തുകൾ കാണാൻ പറ്റും. സൂറത്ത് യൂനുസ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം, സൂറത്ത് മറിയം അലൈഹിസ്സലാം.
എന്താണ് അവരൊക്കെ ചരിത്രങ്ങൾ പറയുന്നതിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്? ഒന്ന്, നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാന്മാർ അവരെത്രമാത്രം വലിയ ഉന്നത പദവി അലങ്കരിച്ചവരാണ്. അവരുടെ കഴിവുകളും അവർ രാജ്യത്ത് ചെയ്ത ദീനീ സേവനങ്ങളും അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത്, അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നാം ഇന്നൊരു സുഖത്തിന്റെ കാലഘട്ടത്തിലാണ്, നാം ഇന്നൊരു സുഖലോലുപതയുടെ കാലഘട്ടത്തിലാണ്. നമുക്ക് യാത്രാ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചു, അതേപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചു, അതേപോലെ തന്നെ തുടങ്ങിയിട്ട് എല്ലാം. ഇപ്പൊ ഈ മാസം ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ മഹാന്മാരുടെ വഫാത്തിന്റെ മാസമാണല്ലോ ഇത്. അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നോക്കിയാൽ സുബ്ഹാന ജല്ല ജലാലു, ബഹുമാനപ്പെട്ട തരുവണ അബ്ദുള്ള മുസ്ലിയാർ, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, മഹാനവറുകളും ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, അവർ രണ്ടുപേരും ഇന്നത്തെ ഈ വിദ്യാഭ്യാസ ബോർഡ്, നമ്മളെ ഈ പാഠപുസ്തക രീതി, നമ്മളെ മദ്രസ സമ്പ്രദായം, ആ മദ്രസക്ക് ഒരു വിദ്യാഭ്യാസ ബോർഡ്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, പരീക്ഷാ സമ്പ്രദായം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതെല്ലാം ഒരു ഓർഡറാക്കി എടുക്കുന്നതിന് പഴയ കാലത്ത് ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദൊക്കെ നേരിട്ട് പറഞ്ഞത് ഞാൻ ഓർക്കാണ്. അവർ രണ്ടാളും കൂടി ഒരു വഴിക്ക് നടന്നു. തളിപ്പറമ്പിന്റെ ഒരു ഉൾപ്രദേശത്ത്, അന്ന് കശുമാവും തോട്ടമാണ് അതിലങ്ങോട്ടൊക്കെ, ആ കശുമാവും തോട്ടത്തിലൂടെ നടന്ന് 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 രണ്ടാളും ക്ഷീണിച്ചു. അവരെ യുവത്വത്തിന്റെ സമയമാണ്. ക്ഷീണിച്ചു, വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അവസാനം ഇങ്ങനെ തോട്ടത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ ചായക്കടയിലെത്തി. ആ ചായക്കടയിൽ കയറിയിട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ, ചായ കുടിക്കുകയാണെച്ചാൽ ചായക്കേ തികയുള്ളൂ, കടി വാങ്ങുകയാണെച്ചാൽ കടിക്കേ തികയുള്ളൂ, അതേ വിധത്തിലുള്ള പൈസ ഉള്ളൂ. ചായക്കും കടിക്കും കൂടി പൈസ അല്ല, ചായക്കും കടിക്കും കൂടി പൈസ അല്ല. സുബ്ഹാനല്ലാഹ്, ആ ചായ കുടിച്ച രംഗം ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദ് പറയുന്നു. ആ ചായക്കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചായയാണ് ചോദിക്കുന്നതെങ്കിൽ കടിക്ക് പൈസ അല്ല, കടിയാണ് ചോദിക്കുന്നതെങ്കിൽ ചായക്ക് പൈസ അല്ല. വിശന്നിട്ടാണെച്ചാൽ യാതൊരു നിവൃത്തിയില്ല, എന്തു ചെയ്യും? അവർ രണ്ടുപേരും ഈ ചായ കുടിക്കുന്നതിന് മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ, കുടിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അയ്ബത്തരല്ലേ. എന്നാൽ പിന്നെ ഒരു ചായക്ക് പൈസ ഇല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഈ കടക്കാരനോട് പറയാ? അവസാനം MA ഉസ്താദ് ആ ചായക്കടക്കാരനെ പരിചയപ്പെട്ട് MA ഉസ്താദ്, ഞാനിവിടെ തൃക്കരിപ്പൂരിക്കാരനാണ് എന്ന് പരിചയപ്പെട്ട് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായയും കടിയും വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ചായക്കും കടിക്കും കൂടിയുള്ള പൈസ അല്ല, ഉള്ള പൈസ നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി എത്രയാണെങ്കിൽ നിങ്ങൾ കടം തരുമെങ്കിൽ ഞങ്ങൾ ചായയും കടിയും കുടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവരാ ചായക്കടക്കാരനോട് ചായയും കടിയും വാങ്ങി കുടിക്കുന്ന ഒരു വല്ലാത്ത ഒരു രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. എത്രയാണ് അവരൊക്കെ കഷ്ടപ്പെട്ടത്. നമ്മൾ സ്വഹാബത്തിന്റെ കാലത്തേക്കും ബാക്കിയുള്ള കാലത്തേക്കും തന്നെ പോകേണ്ടതില്ല. നമുക്ക് തൊട്ട് മുമ്പ് നമുക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന മഹാന്മാരിൽ തന്നെ കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും ഇഷ്ടം പോലെ കഥകൾ പറയാനുണ്ട്. ത്യാഗം ചെയ്തുകൊണ്ട് തന്നെയാണ് അവരിതൊക്കെ പടുത്തുയർത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് എവിടെയാണ് പട്ടിണി? ഇല്ല, അൽഹംദുലില്ലാ. നമുക്ക് എവിടെയാണ് ദാരിദ്ര്യം? ഇല്ല, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നിപ്പോൾ പുതിയ തലമുറയിലെ മുതഅല്ലിമീങ്ങൾ പലപ്പോഴും പല ജോലിക്കും മറ്റുമൊക്കെ തിരിഞ്ഞ്, ഉസ്താദുമാരായ ആളുകൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും മറ്റുമൊക്കെ ആയ സമയത്ത് ഉസ്താദുമാർ വല്ല ജോലിക്കൊക്കെ തിരിഞ്ഞിക്കണമെങ്കിൽ അൽഹംദുലില്ലാ നല്ലത് തന്നെയാണ്. ഇപ്പോൾ ചെയ്യേണ്ടാത്ത കാര്യമൊന്നുമല്ല. തമ്മീസായ ആൾക്കാരിപ്പോൾ ഒരു മൂലയിൽ അവിടെ റോട്ടിൽ ഭക്ഷണം വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. എന്താ വിറ്റാൽ ഉണ്ടോ? മുതഅല്ലിമീങ്ങൾ ജോലിക്ക് പോകൽ, മുതഅല്ലിമീങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും മുതഅല്ലിമീങ്ങൾ ജോലിക്ക് പോകുമ്പോൾ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, അവർക്കൊരു ചില്ലറ കാശ് കിട്ടിച്ചേരായി, വീട്ടുകാർക്ക് പോലെ കൊണ്ടൊരു വരുമാനവും കിട്ടിച്ചേരായി. അപ്പോൾ ഇനി പോലെ ഓത്തക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനേക്കാളൊക്കെ വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു മുതഅല്ലിമ് വീട്ടിൽ അതല്ലെങ്കിൽ ഒരു ഉസ്താദിൻ്റെ അടുത്ത് രണ്ടായാലും ഒരു തത്തന കൂട്ടിലിട്ട മാതിരി ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ ജയിലാണ്. നമ്മുടെ ഈ ദർസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓപ്പൺ ജയിലാണ്. ഒരു കുട്ടിക്ക് ഒരു അറസ്റ്റ് ഉണ്ടാവും, അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഈ കുട്ടി ഇങ്ങനെയാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഓൻ പിന്നെ എന്തായി? സ്വതന്ത്രനായി.
ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇനി അവനെ വീണ്ടും ഒരു പഠനത്തിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ അത്തരം വിഷയത്തിലേക്ക് തിരിയുന്നതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി അവരെ നന്നാക്കി വീണ്ടും ദർസിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. മുതഅല്ലിമീങ്ങളൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, ധാരാളം ആലിമീങ്ങൾ കൊല്ലത്തിൽ ഒരു കൊല്ലത്തിൽ ധാരാളം ആലിമീങ്ങൾ ഉണ്ടായി വരുന്നു. അതൊക്കെ നമുക്ക് തോന്നുകയാണ്. മുസ്ലിം ജനസംഖ്യയും അതേപോലെ തന്നെ ആവശ്യവും വെച്ചുകൊണ്ട് പരിഗണിക്കും. ഇന്ത്യ മഹാരാജ്യത്ത് വിദ്യാഭ്യാസം കിട്ടുന്ന ഒരവസ്ഥ നോക്കിയാൽ 126 കോടി ജനങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു കണക്ക്, ആ കണക്ക് ഒരു 5 കൊല്ലം മുമ്പേ പറഞ്ഞു വരുന്ന കണക്കാണ് 126 കോടി ജനങ്ങൾ എന്നല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 130 കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ 130 കോടി ജനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിദ്യ അഭ്യസിക്കാൻ എത്തിപ്പെടുന്നത് എത്ര ശതമാനമാണ്? ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും ഉയർന്ന കലാലയം 26 കലാലയങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ഉന്നത കലാലയങ്ങൾ. IAS-ഉം IPS-ഉം IFS-ഉം ഒക്കെ പാസ്സാകുന്ന വലിയ കലാലയങ്ങൾ. ഈ കലാലയങ്ങളിൽ മൊത്തം നോക്കിയാൽ 1,05,00,000 വിദ്യാർത്ഥികളാണ് ഇപ്പം പഠിക്കുന്നത്. 130 കോടിയുടെ 1 കോടി എത്ര ശതമാനമാണ്? അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് സമൂഹത്തിൻ്റെ മൊത്തം നിലവാരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ എത്ര ശതമാനം ആളുകളാണ് വിദ്യാഭ്യാസത്തിലേക്ക് ഉന്നത നിലവാരത്തിലെത്തുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് മുസ്ലിമീങ്ങൾ? ഒരു 22-23 കോടി ജനങ്ങളുണ്ട്. ആ 23 കോടി മുസ്ലിങ്ങളിൽ ഉന്നതമായ രീതിയിൽ മതപഠനം പൂർത്തിയാക്കാൻ സാധിക്കുന്ന എത്ര ശതമാനമുണ്ട്? നമ്മൾ ഒന്ന് ഒത്തു നോക്കിയാൽ എത്ര ശതമാനമുണ്ട്? നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഏകദേശം 1 കോടിയോളം വരും മുസ്ലിമുകളുടെ എണ്ണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 1 കോടിയോളം വരും മുസ്ലിമീങ്ങളുടെ എണ്ണം. അതിൽ നിന്ന് സക്കാഫി, ദാരിമി, ഫൈസി, സഅദി ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഒരു കൊല്ലത്തിൽ എത്ര ആളുകൾക്ക് ബിരുദം ലഭിക്കുന്നുണ്ട്? എത്ര ആളുകൾ പണ്ഡിതന്മാരാകുന്നുണ്ട്? സമൂഹത്തിൻ്റെ മൊത്തം എണ്ണത്തിൽ എത്ര ശതമാനമാണത്? നമ്മളിവിടെ ഒരു 4 മലപ്പുറം ജില്ലയിൽ ഒരു 4 മൗലവിമാരൊക്കെ പടം കാണുമ്പോഴത്തേന് ഇനിയിപ്പോൾ നമുക്ക് കോളേജൊന്നും വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ സമൂഹത്തിന് ദാഹമുള്ള, സമൂഹത്തിന് ആവശ്യമുള്ള അത്ര ശതമാനം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. മാത്രമല്ല, പഴയ കാലത്തെ പോലെയല്ല. ഇന്നൊരാൾക്ക് ഒരു ഇൽമ് ഇപ്പോൾ പുതിയ സംവിധാനം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ നല്ല പോലെ പഠിക്കുന്നു. പുതിയ മുതഅല്ലിമീങ്ങൾ ഏത് പഠിക്കുന്നു? അറബി ഭാഷ പഠിക്കുന്നു, അതേപോലെ തന്നെ ഉറുദു ഭാഷ പഠിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു. അതോടൊപ്പം അവരെ ദഅ്വ ലോകം എവിടേക്ക് വ്യാപിച്ചു? അവരെ ദഅ്വ ലോകം ലോകമായി മാറി. മലയാളം മാത്രം, ഒരു മലയാളത്തിൽ ഒരു പുസ്തകം എഴുതിയാൽ അതിൻ്റെ വായനക്കാർ എവിടെയാണ്? അത് ഈ കേരളത്തിൻ്റെ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട എളങ്കൂർ തങ്ങളുപ്പാപ്പ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഈ സഭക്ക് പ്രാർത്ഥന കൊണ്ട് അലങ്കരിക്കുന്നതിന് വേണ്ടി എത്രയോ ആളുകൾ ഓൺലൈനിൽ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മമാരും പെങ്ങന്മാരും ഉമറാക്കളും ശിഷ്യന്മാരും മുദല്ലിസീങ്ങളും മുഅല്ലിമീങ്ങളും എല്ലാം കാത്തിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഞാൻ അല്പവാക്കുകളും കൂടി പറഞ്ഞ് നിങ്ങൾ പൂർത്തിയാക്കിക്കോളി എന്ന് പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ പൂർത്തിയാക്കും. ഇൻഷാ അള്ളാഹ് തങ്ങളവരുടെ ദുആ നമുക്ക് ഈ സഭയ്ക്ക് ഏറ്റവും വലിയ നിധിയാണ്. അള്ളാഹുവെ ഉപ്പാപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ശതമാനം നോക്കിയാൽ എത്ര ശതമാനം ആളുകളാണ് ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ദർസുകൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത, നമ്മുടെ കോളേജുകൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞത് മലയാളത്തിൽ ഒരു ബുക്ക് എഴുതിയാൽ അതിൻ്റെ വായനക്കാരാരാ? മലയാളി മാത്രമാണ്. അതേ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൻ്റെ വായനക്കാരി ലോകമാണ്. അതേ പുസ്തകം അറബിയിൽ എഴുതിയാൽ അതിൻ്റെ വായനക്കാരി ലോകമാണ്. ഇന്ന് പുതുതായിട്ട് പഠിച്ചു വരുന്ന ദാഴി, ആ ദാഴിക്ക് ഇംഗ്ലീഷ് അറിയാം, ഉറുദു അറിയാം, അറബി അറിയാം, മലയാളം അറിയാം. അങ്ങനെ ഒരു ബഹുഭാഷ കഴിവോട് കൂടെ പുറത്തേക്ക് വരുന്ന ഒരു ദാഴി, അവന്റെ ദഅ്വ മണ്ഡലം ലോകമാണ്.
അതുകൊണ്ട് ഈ രംഗത്ത് പഠിച്ചുയർന്നത് കൊണ്ട് ശമ്പളം കിട്ടൂല എന്നോ ജോലി കിട്ടൂല എന്നോ അതല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാൻ കഴിയില്ല എന്നോ അങ്ങനത്തെ ഒന്നും അബദ്ധ ധാരണ പുതിയ തലമുറയിലെ ഒരു മുഅല്ലിമിനും വേണ്ട, ഒരു മുതഅല്ലിമിനും ആവശ്യമില്ല. നമ്മുടെ ദഅവാ മണ്ഡലം ലോകമാണ്. ലോകത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിലൊരു പുസ്തകം എഴുതിയാൽ അതിന്റെ വായനക്കാരി ലോകമാണ്. മലയാളത്തിലൊരു ബുക്ക് എഴുതുമ്പോൾ അതിന്റെ വായനക്കാരൻ മലയാളി മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാത്രം സാഹചര്യം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആലിമീങ്ങളെല്ലാം എല്ലാ ദർസുകളിലും എല്ലാ കോളേജുകളും ഈ ദർസുകളിലൊക്കെ കഴിഞ്ഞ് കോളേജുകളിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ഇപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ദർസുകളിലൊക്കെ SSLCക്ക് താഴെയും മുകളിലുമൊക്കെ ആയി ചേർന്ന കുട്ടികൾ PG എടുത്തുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. KG മുതൽ PG വരെ വിദ്യാഭ്യാസം നമ്മളിപ്പോൾ സംവിധാനിച്ചു കഴിഞ്ഞു. ശരിക്കും നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ അറിയാം. ഇപ്പം നമ്മളെ മർക്കസിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ സൗദിയിലേക്ക് പോകുന്ന കുട്ടികൾ ഉന്നത കോളേജുകളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ആരാ? ഒക്കെ നല്ല PG എടുത്ത്. അപ്പോൾ ആ കുട്ടികൾക്ക് നല്ല പോലെ ഭാഷാ കഴിവും കൂടി ഉള്ളതുകൊണ്ട് നാം പഠിച്ച മസ്അല ബോംബെയിൽ പോയി വഅള് പറഞ്ഞിട്ട് ഉറുദുവിൽ പറഞ്ഞു കൊടുക്കാൻ, നാം പഠിച്ചിരിക്കുന്ന മസ്അല അമേരിക്കൻ നാടുകളിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാൻ, നാം പഠിച്ചിരിക്കുന്ന മസ്അല ധാരാളം അറബ് രാജ്യങ്ങൾ, അറബ് രാജ്യം എന്ന് കേൾക്കുമ്പോഴേക്കും ഓരൊക്കെ ആലിമീങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ട നിങ്ങൾ. അറബ് രാജ്യം അറബികളാണ് അവർ, അത് ശരിയാണ്. പക്ഷെ ആലിമീങ്ങളാണോ? അറബികളൊക്കെ ആലിമീങ്ങളാന്ന് വിചാരിച്ചങ്ങൾ. അറബ് രാജ്യത്ത് എത്ര ദായികൾ ആവശ്യമുണ്ട്? അറബ് രാജ്യത്ത് എത്ര ദായികൾ ആവശ്യമുണ്ട്? അപ്പൊ അവിടേക്കൊക്കെ പോകാൻ കഴിവുള്ളവരാണ് പുതിയതായിട്ട് വരുന്ന ദായികളായ മുതഅല്ലിമീങ്ങൾ, ദായികളായ ആലിമീങ്ങൾ. അപ്പോൾ നമ്മൾ കഴിവ് സമ്പാദിക്കുന്നതോടുകൂടെ നമ്മുടെ ദഅവാ രംഗം ലോകമായി മാറുകയാണ്. ലോകത്ത് നിലനിൽക്കുന്ന 100 കോടി മുസ്ലിങ്ങളിൽ ദഅവത്ത് നടത്താൻ ആധികാരികമായി സാധിക്കുന്ന ആളുകളുടെ എണ്ണം എത്ര ശതമാനമാണ്? ഇത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ സ്ഥാപനങ്ങളെ കാണാൻ, ഇത് വെച്ചുകൊണ്ട് വേണം നമ്മളെ വിദ്യാഭ്യാസ രംഗം കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ മഹാരാജ്യത്തിലെ 130 കോടി ജനങ്ങളിൽ ഉന്നത കലാലയങ്ങളിൽ 26 ഉന്നത കലാലയങ്ങളിൽ ആകെ 1,05,00,000 ആളുകളാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം. അപ്പൊ നമ്മുടെ 130 കോടിയുടെ എത്ര ശതമാനത്തിനാണ് ഉന്നത വിദ്യാഭ്യാസം പൊതുവെ കിട്ടുന്നത്? ഇതേപോലെ നമ്മൾ കണക്ക് നോക്കിയാൽ 100 കോടി മുസ്ലിങ്ങളിൽ ദായികളാകാൻ എത്ര പേരുണ്ട്? കേരളത്തിലെ 3.5 കോടി മുസ്ലിമീങ്ങൾ, 3.5 കോടി ജനങ്ങളിൽ 1 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ, ആ 1 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ എത്ര പേര് ദായികളാകാനുണ്ട്? ഈ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ ദഅവാ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഇനിയും ഒരിക്കലും കുടുംബങ്ങൾ, ഈ പ്രസംഗം കേൾക്കുന്ന വൃത്തിയിൽ എത്രയോ ഉമ്മപെങ്ങന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സാക്ഷിയാക്കി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇൽമു പഠിച്ചോട്ടെ മക്കൾ. ഇൽമു പഠിച്ച ആളുകളെ അല്ലാഹു തആല ഒരിക്കലും പട്ടിണിയാക്കൂല. ഇൽമിന്റെ അഹ്ലുകാർ ഒരിക്കലും സമൂഹത്തിൽ അവർ ഒരിക്കലും താഴ്ന്നവരായി നിൽക്കേണ്ടി വരില്ല. പക്ഷേ നമ്മുടെ ഇൽമിനോട് നമുക്ക് ആദരവ് വേണം, നമ്മുടെ ഇൽമിനോട് നമുക്ക് ബഹുമാനമാണ്. നമ്മുടെ പൂർവികരുടെ മാർഗം നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ അങ്ങനെ നോക്കിങ്ങൾ, എല്ലാവരും കുപ്പായവും ഗൾഫിൻ്റെതാണ്, എല്ലാവരും തലീക്കെട്ടും ഫോറിൻ്റെ തലീക്കെട്ടാണ്, എല്ലാവരും തുണി അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് നോക്കിങ്ങൾ. ആകെ ശമ്പളം നമുക്ക് എത്തിയുള്ളൂ, കമ്മിറ്റിക്കാർ തരുന്നതിൻ്റെ ഉള്ളൂ. പണ്ടൊരു മൂല്യാർ പള്ളിക്കൽ വേദം അറിയുമ്പോൾ പറഞ്ഞു, മൂല്യന്മാരൊക്കെ യാസീൻ ഓതുമ്പോൾ ഒരു 5 യാസീൻ ഓതണം ബറാഅത്തിന്. സാധാരണക്കാർ 3 ഓതിയാൽ മതി. കാരണം മൂല്യന്മാർക്ക് പിന്നെ റിസ്ക് കണക്കാക്കുന്നിടത്ത് കമ്മിറ്റി ഒന്ന് കണക്കാക്കും. അപ്പോൾ അതിനൊരു യാസീൻ ഏറെ ഓതേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ ചിലവ് തരുന്ന പെരക്കാരൻ്റെ പാത്രത്തിൽ വളമ്പണോലും ഒന്ന് കണക്കാക്കും. അപ്പോൾ 2 യാസീൻ നമ്മൾ ഏറെ ഓതണം എന്നാണ്. അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ. നമുക്കൊരു സമൂഹത്തിൽ ഞാൻ ഈ ഉമ്മപെങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്താനത് കേൾക്കുന്ന ആളുകളോട്, ആലിമീങ്ങളെപ്പോലെ മഹാഭാഗ്യമുള്ളവരാരാ? ഒരു നാട്ടിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കിയോ ചൂടോടുകൂടെ ആദ്യത്തെ സ്വപ്രയിൽ ഇരിക്കാൻ ഭാഗ്യമുള്ള ആള് പള്ളിക്കൽ ഉസ്താദാണ്. അള്ളാഹു നിലനിർത്തട്ടെ. ഒരാമീനെങ്കിലും നല്ലത് കിട്ടിയാലും കളത്തുന്നത്. അപ്പോൾ അതാ ഞാൻ ഓർമ്മപ്പെടുത്തും. അപ്പോൾ നമ്മൾ നോക്കി, ഒരു സൽക്കാരം ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വട്ടത്തിലല്ലേ ഉസ്താദ്, ഒരു നിക്കാഹാണെങ്കിൽ ആദ്യത്തെ വട്ടത്തിലല്ലേ ഉസ്താദ്, ഒരു കല്യാണമാണെങ്കിൽ ആദ്യത്തെ വട്ടത്തിലല്ലേ ഉസ്താദ്. അതാ പറഞ്ഞത്, ചൂടോട് കൂടെ ഭക്ഷണം കഴിക്കണോ മൂല്യാരായിക്കോളി. അതല്ലേ പറഞ്ഞത്. ആലിമീങ്ങളാകാ മൂല്യാരാകാ എന്ന് പറഞ്ഞാൽ ചില ഞാൻ ഇപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾ, ഇപ്പോൾ കുറച്ച് മുത്തഅല്ലിമീങ്ങളൊക്കെ ചെറുതെന്തെങ്കിലും കൽപ്പണിക്ക് പോയി, ബാർപ്പിൻ്റെ പണിക്ക് പോയി, മറ്റേ പണിക്ക് പോയി, എന്തെങ്കിലും ഒരു 100 റുപ്യ വൈകുന്നേരം പെരി കിട്ടിയപ്പം ഉമ്മാരും ബാപ്പാരും വിചാരിക്കേണ്ട അഞ്ഞ് ഓത്ത് നിർത്താനയക്കണെന്ന്. സുബ്ഹാന ജല്ല ജലാലു,
മുത്താലിമേക്കാണ്. ഞാൻ 1970 ഞാൻ ഓതാൻ വേണ്ടി ആദ്യമായിട്ട് മുത്താലിമായിട്ട് പോണത്. ആ 70-71 2 കൊല്ലം ഓതണ കാലത്ത് എനിക്കാകെ ഒരു തുണിയും ഒരു കുപ്പായമാണ്. ഒരു തുണിയും ഒരു കുപ്പായം. അത് തിരുമ്പണം. ഇന്നത്തെ മരത്തെ കുപ്പായല്ലോ, പഴയ കോറ കുപ്പായല്ലേ. അത് തിരുമ്പണമെന്ന് ഒന്നിരിക്കൽ ഉസ്താദിൻ്റെ അടുത്ത് അടി കിട്ടും, അല്ലെങ്കിൽ ചിലവിളിക്കാരുടെ അടുത്ത് ചീത്തേക്കും. എന്തുകൊണ്ട്? ഇത് തിരുമ്പിയാൽ ഉണങ്ങി കിട്ടൂല. അപ്പോൾ പിന്നെ ചിലവിന് പോകണമെങ്കിൽ നേരം പകിയിട്ട് എത്താൻ പറ്റുള്ളൂ, നനഞ്ഞിട്ട് പോകാൻ പറ്റൂല. പള്ളിക്കലാണെങ്കിൽ ചില വന്ന് ഓറുസ്കരിക്കാൻ വേണ്ടി കൂടില്ല. കാരണം പിന്നെ കുപ്പായം തുണി ഇടാതെ ജമാഅത്തിന് കൂടാൻ പറ്റില്ല, നനഞ്ഞ കുപ്പായട്ടിങ്ങാണ്ട് ജമാഅത്തിന് നിൽക്കാനും പറ്റില്ല. എനിക്കൊരു കുപ്പായം തുണി ഉള്ളൂ എന്നുള്ളത് ഉസ്താദിനോട്ട് അറിയില്ല. അപ്പം 2 കൊല്ലം ഒരു തുണിയും ഒരു കുപ്പായം. ഇന്നിപ്പോൾ നിങ്ങൾ കേൾക്കണമെങ്കിൽ ഒരു പവർ പറയല്ല. ഇന്ന് അൽഹംദുലില്ലാ ആഴ്ചക്ക് 7 ദിവസമല്ലേ, ഓരോ ദിവസവും മാറ്റിയിടാൻ ഓരോന്നുണ്ട്. 8ാമത്തെ ഒന്നുണ്ടായാൽ അപ്പം അത് സദക്ക ചെയ്യും. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ മുത്തഅല്ലിമായിട്ട് നമ്മളിപ്പോൾ ആകെ ഒരു തുണിയും ഒരു കുപ്പായം ഇട്ടിട്ട് 2 കൊല്ലം ഓതി പഠിച്ച് നമ്മളിങ്ങനെ പോന്നിട്ട് അള്ളാഹു തആല എത്ര നിഅമത്ത് ചെയ്തു. എൻ്റെ 3 കുട്ടികളെ കെട്ടിച്ചു, ആരോടും ഒരു പിരിവും വാങ്ങിയിട്ടില്ല. ഞാൻ അത്യാവശ്യം ദറജുള്ളൊരു വീടുണ്ടാക്കി, ആരോടും പിരിവെടുത്തിട്ടില്ല. നാട്ടിലും ഗൾഫിലും എവിടെയും അള്ളാഹു തആല നമുക്ക് നിഅമത്ത് തരാതിക്കോ. ഞാൻ ഇതിൻ്റെ ഒരു പവർ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പം കുറേ മുത്തഅല്ലിമീങ്ങളൊക്കെ ഈ രംഗം മാറിപ്പോയാലോ. അതേപോലെ തന്നെ ചില ഉസ്താദുമാരൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു ജോലി കിട്ടി വൈകുന്നേരം 700 രൂപ കിട്ടുമ്പോഴത്തിന് ഈ രംഗത്ത് വിട്ടെങ്കിലോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില മനസ്സൊക്കെ ചില ആളുകൾക്ക് വരുന്നത് കൊണ്ട് അത് പറയാൻ അർഹതപ്പെട്ടത് ഈ ഹദറത്തിൽ വെച്ചായതുകൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഏറ്റവും നല്ല വരുമാനം നമ്മളെ ബൈക്കടവിൽ വീരാൻകുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു, നമ്മളെ ബാപ്പട്ടി ദാരിമിൻ്റെ ഒക്കെ വാപ്പ. അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ബാപ്പട്ടി ദാരിമിൻ്റെ അനുജനുണ്ട് നാസർ ദാരിമി. ആ നാസർ ദാരിമി SSLC പാസ്സായി വന്നപ്പോൾ നല്ല മാർക്ക്, ടോപ്പ് മാർക്ക്. അപ്പോൾ നാസർ ദാരിമിക്ക് ഒരു ഡോക്ടറാകാനായിരുന്നു താല്പര്യം. പക്ഷേ ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഉസ്താദ് എന്ത് ചെയ്യുന്ന നിങ്ങൾ മോൻ്റെ നാസർ ദാരിമിൻ്റെ ആ SLC ബുക്ക്, ആ SLC ബുക്ക് ഇട്ട് ബാപ്പെടുത്തിട്ട് പാത്തുവെച്ചു. ബാപ്പെടുത്തിട്ട് അത് പാത്തുവെച്ചു. പിന്നെ നാസർ ദാരിമി പിന്നെ എവിടുക്കാ പോയത്? ആ പഠനം തന്നെ ബാപ്പ പറഞ്ഞു, അന്ന് വീരാൻകുട്ടി ഉസ്താദ് പറഞ്ഞു, വരുമാനത്തിൽ ഏറ്റവും ഹലാലായ വരുമാനം, ഏറ്റവും പൊരുത്തപ്പെട്ട പൈസ അത് ഇൽമിൻ്റെ വഴിക്ക് കിട്ടുന്ന പൈസയാണ്. അതുകൊണ്ട് അനക്ക് ഇൽമിൻ്റെ വഴിക്ക് എന്താ കിട്ടാൻ പറ്റുക അത് ആലോചിച്ചോ. ഒരിക്കലും ആ SSLCൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ കൊടുത്തില്ല അവൻ. അങ്ങനെയാണ് നാസർ ദാരിമി പിന്നെ ഏതെന്നാകുന്നത്, മൂലമാരിക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെറിയൊരു വാർപ്പ്, ഞാൻ നിങ്ങൾ ആരും ഈ പണിക്ക് പോകണ്ടെന്നൊന്നുമല്ല. വാർപ്പിൻ്റെ പണിക്കും മറ്റു പണിക്കൊക്കെ ഒരു മൂലാർ പോയി എന്ന് വിചാരിച്ചിട്ട് അതിന് വലിയ കുഴപ്പമൊന്നും ഇപ്പം ഇല്ല. അത് പോയി ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി കാണുമ്പോഴേക്ക് നമുക്ക് ഇനി എൽമ വേണ്ട, ഇനി മൂലാരാകണ്ട, ഇനി മറ്റേതാവണ്ട, അങ്ങനെ ഒരാളും ചിന്തിക്കണ്ട. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, ഞാനിവിടെ നെല്ലിക്കുത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്നു. 25 കൊല്ലം മുമ്പ് ഞാൻ നെല്ലിക്കുത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. പൊന്മുള ഉസ്താദ് പറഞ്ഞില്ലേ, ഞാൻ വരുമ്പോൾ അത് കേട്ടും കൊണ്ടാണ് വരുന്നത്. അന്ന് നോക്കുമ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദിനെ കാണുന്നില്ല. കുറേ നേരം കാത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ചെട്ടിയമുണ്ട് കൊടുത്തിട്ട്, ഒരു ചെട്ടിയമുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചെട്ടിയമുണ്ട് നമ്മളെ കള്ളിത്തുണിനേക്കാളും മേലെയാണ്. നല്ല നൂലിങ്ങനെ അടുപ്പിച്ചിട്ടുള്ള വലിയ ഉണ്ടാ, അതിങ്ങനെ എടുത്താൽ നല്ലോണം താഴേക്കുണ്ട്. ഒരു ചെട്ടിയമുണ്ട് എടുത്തിട്ട് കൈക്കോട്ടും തോളിൽ വെച്ചിട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ ആരാ? ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദാ. അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളെ താഴെക്കോട് കുഞ്ഞലി മുസ്ലിയാരുണ്ടായിരുന്നു, അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇൽമിൻ്റെ ബഹറായിരുന്നു ബഹുമാനപ്പെട്ടവർ. കുറിയ മനുഷ്യനാണത്രേ, നമ്മളാരും കണ്ടിട്ടില്ല. കുറിയ മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ദർസിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ പോയി. അവിടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ വീട്ടിൽ കയറുന്ന പറമ്പിലുണ്ട് ഒരാൾ പൂളൊക്കെ തറമാടി കൊണ്ടിരിക്കണം. അപ്പോൾ ഏതെങ്കിലും പണിക്കാരനാരെങ്കിലും ഏക്കാരൻ വിചാരിച്ചിട്ട് മൂലാരെ വരാതാന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് മൂലാരെ വരാറ്. അങ്ങനെ മൂല് പോയിട്ട് അവിടെ കൊലയുമ്പോൾ കുത്തരും. മൂപ്പര് പൂളത്തറയൊക്കെ മാടൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ പോയി അടുക്കളയിൽ കൂടെ പോയി ഇങ്ങാണ്ട് ഇങ്ങനെ ഒരു കള്ളിത്തുണിയും മാറ്റിങ്ങാണ്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ വന്നോല് കമ്മിറ്റിക്കാരിങ്ങനെ തമ്മിൽ മുഖത്ത് നോക്കുക. അപ്പോൾ ഓൽക്കത് മോര്യാരാണെന്ന് തന്നെ വിശ്വാസമാകണില്ല. അവസാനം കൂടി ഓൽക്ക് മോര്യാരാന്ന് വിശ്വാസമായി നോക്കുമ്പോൾ ഓൽക്ക് എന്തിനു പറ്റണില്ല? ഇത് പോരാ, മഹല്ലത്തേക്ക് ഇയാൾ പോരാ. നമ്മളെ വീരാൻകുട്ടി ഉസ്താദിനെ എന്നോട് തമാശയാണ്. വീരാൻകുട്ടി ചെറിയ മനുഷ്യനാണ്.
വീരാങ്കുട്ടിയിൽ ഒരു കരുവാരുണ്ട് പള്ളിക്കൊക്കെ മൂപ്പരെ കാളിയായിട്ട് ക്ഷണിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാരൊക്കെ വന്നു. ഒരു വെള്ളിയാഴ്ച ഖുത്തുബക്കാണ് വരുന്നത്. മൂല്യാർ അവിടെ പോയി ഖുത്തുബോധി. ഖുത്തുബയും കാര്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ മൂപ്പരോട് പറഞ്ഞു, നിങ്ങളെ ഖുത്തുബയും കാര്യമൊക്കെ തിരക്കേടില്ല, ഈ പള്ളിക്കൊക്കെ ഇപ്പം നിങ്ങൾ പോരാ, നിങ്ങൾക്ക് വലിപ്പമില്ലല്ലോ. അപ്പം മൂപ്പരാണ്, ഈ പള്ളിക്ക് ഉത്തരമൊക്കെ വെച്ചതല്ലേ, ഞാൻ ഇപ്പോൾ അവിടെ പാലുത്തരം വെക്കാൻ വന്നതല്ലല്ലോ, ഉത്തരമൊക്കെ ഉള്ള പള്ളിക്കൽ ഇമാമായിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പഴയ മൂല്യന്മാരൊക്കെ പൂള കളച്ചിട്ടും പച്ചക്കറി ഉണ്ടാക്കിയിട്ടും ബാക്കിയുള്ളതാക്കി താരീമിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയണതും. അതിലൊന്നും ഇപ്പം നമുക്കാർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു മൂല്യാർ ചോറിൻ്റെ പൊതി വിറ്റ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ. ഞാനിത് നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ഹദറത്തിൽ പറഞ്ഞാൽ ഉസ്താദ് ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കളെ പോറ്റിക്കോളി, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചോളി. അള്ളാഹു തആല നമ്മളെ ഹായിബാക്കൂല. എപ്പോഴും കയ്യുമ ചളിയാകാത്ത നല്ല വൃത്തിയുള്ള ജോലി, നല്ല ഇസ്തിരി ഇട്ടിട്ട് പോകാൻ പറ്റിയ ജോലി. നിങ്ങൾ ഒരു മൂല്യാർക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന കുപ്പായം, സുബ്ഹാന ജല്ല ജലാലു. ഈ കുപ്പായട്ടിങ്ങാനുണ്ടല്ലോ, ഈ കുപ്പായട്ട് രാവിലെ നമ്മൾ കുപ്പായൊക്കെ മാറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈക്ക് വെച്ചിട്ട് ഒരാൾ കണ്ടു, ഉസ്താദെ ഓ അർജന്റ് ഉണ്ടോ? ഇല്ല മോനെ അർജന്റ് ഒന്നുമില്ല, എന്തേ ഒരു സൽക്കാരുണ്ട്, അതിനൊന്ന് കൂടണം. ഈ കുപ്പായം മാറ്റി വരട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ കുപ്പായം സൽക്കാരത്തിന് പാകാം. സൽക്കാരത്തിന് ചെന്നുങ്ങാണ്ട് നോക്കുമ്പോൾ ഓല് പറഞ്ഞു, ഉസ്താദ് പോന്നാൽ പുതിയാപ്പളിൻ്റെ ഒപ്പമാണ് പോകേനെയാണ്, പുതിയാപ്പളിൻ്റെ പോകാൻ ഈ കുപ്പായം തന്നെ മതി, ഞാൻ മാറ്റി വരട്ടെ എന്ന് പറയേണ്ട കാര്യമല്ല ഉണ്ടോ? അങ്ങനെ പുതിയാപ്പളിൻ്റെ അവിടെ ചെന്ന് പള്ളിക്ക് നിസ്കരിച്ചാൽ കയറി വെക്കുമ്പോൾ ഓല് പറഞ്ഞു ഇമാമാകണം എന്ന് പറഞ്ഞു. ഞാൻ ഈ കുപ്പായം ഒന്ന് മാറ്റട്ടെ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇമാമത്തിനും ഈ കുപ്പായം പാകാണ്. മിമ്പർമക്കാണ്ട് കയറണം എന്ന് പറഞ്ഞു, എന്നാലും ഈ കുപ്പായം പാകാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നോക്കുമ്പോൾ കലക്ടറുടെ ചേംബറിൽ ഒരു ചർച്ച ഉണ്ട്. അപ്പം പള്ളി മദ്രസയുള്ള തർക്കത്തിൽ കലക്ടറെത്തേക്ക് ഒരു ചർച്ചക്ക് പോകണം. ഈ കുപ്പായം കലക്ടറെത്തേക്ക് പോകാൻ പാകാണോ അല്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഈ കുപ്പായം മാറ്റി വെച്ചതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. ഇതിൻ്റെ ഒപ്പം ഓതാൻ പോകുന്നയാൾ ഓത്ത് നിർത്തിയൊരു ചങ്ങായുണ്ട്, ഓനിപ്പോൾ വർക്ക് ഷോപ്പിലെ പണി. ഞാൻ നാളെ ഇശാമാരിബിൻ്റെ അടിയിൽ ഓനെ കണ്ടപ്പോൾ പെട്ടെന്ന് ദൂരം നിന്ന് ഇങ്ങനെ ഓൻ വരുന്ന കണ്ടപ്പോൾ ഒരു ചെറിയ മയ്യരിച്ച് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഞാൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. കാരണം ഇപ്പം ഈ വർക്ക് ഷോപ്പിൽ നിന്ന് വരുന്ന വരവല്ലേ. അപ്പോൾ ആയത്തുൽ കുർസി ഓതിയപ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ ജിന്നൊന്നും അല്ലടോ, ഞാൻ കമ്മുവാണ് കാരണം എന്നോട്. അപ്പോൾ മോനിക്കപ്പം തക്കാരത്തിനാണ് വിളിച്ചാൽ നല്ലോണമാണ് തേച്ചൊരച്ച് കുളിച്ച് മാറ്റിയിട്ടല്ലാതെ പോരാൻ പറ്റൂല. മൂല്യന്മാരെ കുപ്പായം തക്കാരത്തിന് പറ്റും, മരിച്ചോടത്തേക്ക് പറ്റും, കണക്ക് മിമ്പർമക്ക് പറ്റും, മെഹ്റാബിക്ക് പറ്റും, കലക്ടറത്തേക്ക് പറ്റും, പോലീസ് സ്റ്റേഷനിക്ക് പറ്റും. കോടതിയിൽ പോകേണ്ടി വന്നാൽ ആണ് കൂട്ടുമക്കാണ് കയറണമെങ്കിൽ. വീരാൻകുട്ടി ഉസ്താദ് ഒരു നിക്കാഹിൻ്റെ കേസിൽ കോടതി കയറിയപ്പോൾ മൂപ്പരോട് ജഡ്ജി ചോദിച്ചു, സത്യമല്ലേ പറയുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയുണ്ട് കോടതിക്ക് വരുമ്പോൾ ചോദ്യം ഉണ്ട്, സത്യമല്ലേ പറയുള്ളൂ ചോദിച്ചു. വീരാൻകുട്ടി നിച്ച അതേ ചേരായിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇച്ചങ്ങനെ ചേലായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു മൂല്യാർക്ക് അള്ളാഹു തആല എവിടെയും ഒരു ഇസ്സത്ത് കാക്കും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സംഘടനാ സുഹൃത്തുക്കളെ, ഓതാൻ പോയാൽ കുടുങ്ങി എന്നാരും വിചാരിക്കണ്ട. ഞങ്ങളെ സുഖങ്ങൾ അറിയായിട്ടാണ്, ഞങ്ങളെ സന്തോഷങ്ങൾ അറിയായിട്ടാണ്. ഞങ്ങളൊക്കെ ഭാര്യമാരൊക്കെ എത്ര റാഹത്തിലാണെന്ന് നിങ്ങൾ, ഞങ്ങളൊക്കെ മക്കളെത്ര റാഹത്തിലാണ്. ആ 20,000 30,000 ശമ്പളം വാങ്ങുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആ ശമ്പളം കിട്ടിയ ആദ്യത്തെ 4 ദിവസം തിരക്കുണ്ടാവില്ല. അതാണ് കഴിഞ്ഞ പിറ്റത്തെ 26 ദിവസവും ഓൻ്റെ കാര്യം പോക്കാണ്, ഒന്നും കയ്യിലുണ്ടാവില്ല. അതേ സമയത്ത് മൂല്യാര പരിചയങ്ങൾ വന്ന് നോക്കി ഒരു മിച്ചറും ചായയും കുടിച്ചാതെ പോരാൻ പറ്റൂല. ഒന്നിരിക്കലും മിച്ചറി അല്ലെങ്കിൽ ഒരു വായക്കപ്പരി അല്ലേ എൻ്റെ നിങ്ങളെ വരിയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല, എൻ്റെ വരിയിൽ നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ പറഞ്ഞത്, എവിടെയും ചെറിയൊരു ബേക്കറിയും ഒരു കടിയും ഒരു ചായയും ഒക്കെ എപ്പോഴും നമ്മളൊക്കെ പെരയിലും റെഡി തന്നെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെന്താണ്, വലിയ സമാധാനമാണ് നമ്മൾ, വലിയ സമാധാനം. ഈ മൂല്യന്മാരൊക്കെ മദ്രസയിൽ മറ്റൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ 10,000 15,000 ഒക്കെ ശമ്പളമുള്ളൂ, പക്ഷേ നല്ല സമാധാനത്തിലാണ്, നല്ല ആശ്വാസത്തിലാണ്. പിന്നെ സമൂഹത്തിന് അള്ളാഹു തആല ഇട്ടുകൊടുക്കുന്ന ഒരു സ്നേഹം, സമൂഹത്തിന് ഇട്ടുകൊടുക്കുന്ന ഒരു മുഅല്ലിമിൻ്റെ കുട്ടിനെ കെട്ടിച്ചാതെ അവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ടോ? ഏത് മുഅല്ലിമാ പെരല്ലാതെ അവിടെ ബാക്കിയായി നിൽക്കുന്നത്? പിന്നെ മുതഅല്ലിമീങ്ങൾ പുതിയ കാലത്ത് ഇനിയിപ്പോൾ ഓതാൻ പറഞ്ഞയച്ചിട്ട് കാര്യമില്ല എന്നൊന്നും ഒരിക്കലും രക്ഷിതാക്കൾ വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഉസ്താദിന്റെ ഹദറത്തിൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഇൽമു പഠിച്ചോളൂ, ഇൽമു പഠിപ്പിച്ചോളൂ. എന്നും അതിന് 18 കാരറ്റ്, അതിന് 24 കാരറ്റ് തങ്കമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും, യാതൊരു സംശയവുമല്ല. ഇപ്പോഴത്തെ പ്രത്യേകിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നല്ല പോലെ കാലിക വിദ്യാഭ്യാസം കിട്ടുന്നു, മതവിദ്യാഭ്യാസം കിട്ടുന്നു, ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നു നമ്മുടെ കുട്ടികൾക്ക്. അപ്പം നമ്മുടെ ദഅ്വാ മണ്ഡലം ഇപ്പോൾ വെറും മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ ആലിമീങ്ങൾക്ക് ലോകത്ത് എവിടെയും പോകാം.
ലോകത്ത് എവിടെയും പോകാം. അവിടെ എല്ലാം സാധ്യതകൾ നമ്മളെ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ഉസ്താദ് അവരുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. നമുക്ക് ഇൽമുമായി മുന്നോട്ട് പോകാം, നമുക്ക് ദഅവത്തുമായി മുന്നോട്ട് പോകാം, നമ്മളെ മക്കളെ ആ രൂപത്തിൽ വളർത്താം. ഓരോ വീട്ടിലും ഒരു മുതഅല്ലിം ഉണ്ടാവണം. ഒരു വീട്ടിൽ ഒരു മുതഅല്ലിം ഉണ്ടായാൽ ആ വീട് സുന്നത്ത് ജമാഅത്തിന്റെ വീടായിട്ട് നിലനിൽക്കും. ഒരു വീട്ടിൽ ഒരു മുതഅല്ലിം, ആ വീട് എന്നല്ല ആ കുടുംബം സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബമായി നിലനിൽക്കും. ആ കുടുംബത്തിൽ ഒരു മരണം നടന്നാൽ ഇമാമായി നിസ്കരിക്കാൻ, ആ കുടുംബത്തിൽ ഒരു വേദനയുള്ള വിഷയം വന്നാൽ അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ മാസത്തിൽ ആ മൗലിദ് ഓതിക്കൊണ്ട് ദുആ ചെയ്യാൻ, റിഫായി തങ്ങൾ മാസത്തിൽ അത് ഓതിക്കൊണ്ട് ദുആ ചെയ്യാൻ, അജ്മീർ തങ്ങളെ ആണെങ്കിൽ അത് ഓതിക്കൊണ്ട് ദുആ ചെയ്യാൻ, നമ്മുടെ കുടുംബത്തിന് ബാധിക്കുന്ന സിഹറും കണ്ണൂറും അടക്കം, നമ്മുടെ കുടുംബത്തിന് ബാധിക്കുന്ന രോഗവും പ്രതിരോധവും അടക്കം, നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന ദുഃഖവും സന്തോഷവും അടക്കം അവിടെ എല്ലാം പഠിച്ചിരിക്കുന്ന ഒരു മുതഅല്ലിം, ഒരു ആലിം ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ അതിൻ്റെ ഒക്കെ സന്തോഷം എത്രയാണ് സഹോദരങ്ങളെ. രാഷ്ട്രീയ പ്രവർത്തകന്മാരും പണക്കാരും വ്യവസായികളും ബാക്കിയുള്ളവരൊക്കെ മയ്യത്ത് കാണുമ്പം ഒന്നിങ്ങനെ നോക്കിയിട്ടാണ് പോകും. അങ്ങനെ 10 ആൾ നോക്കിയാൽ മയ്യത്ത് സ്വർഗത്ത് പോകും. എല്ലാവർക്കും മരിച്ചോലെ കാണാൻ വലിയ പൂതി. മരിച്ചോലെ കാണൽ ഇത്ര വലിയ പൂതിയുള്ള സംഗതിയാണ്. വല്ല സ്വാലിഹ്യങ്ങൾ മരിച്ചാൽ ഓലെ കാണൽ ഒരു പുണ്യാണ്, ഒരു മുത്തം കൊടുക്കലൊക്കെ ഒരു പുണ്യാണ്. അല്ലാതെ സാധാരണ മയ്യത്തിനൊക്കെ ഇങ്ങനെ നിങ്ങൾ 4 ആൾ നോക്കിയതുകൊണ്ട് ഇപ്പം പടച്ചോൻ പേടിച്ചു സ്വർഗത്തേക്ക് വിടല്ലേ. ഇപ്പം എല്ലാവരും ഇഞ്ഞ് കാണാൻ ആളുണ്ടോ, ഇഞ്ഞ് കാണാൻ ആളുണ്ട്. ഹയാത്ത് കാലത്താണ് കാണേണ്ടത്. ഒരാൾ നമ്മളെ നാട്ടിൽ 3 കൊല്ലം സുഖമില്ലാതെ കടന്നു, അയാളെ കാണാതുവരെ ആരും പോയിട്ടില്ല. അയാളോട് സുഖവിവരം അന്വേഷിക്കാൻ പോയിട്ടില്ല, ഒരു കുപ്പി മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോയിട്ടില്ല. മരിച്ചു നോക്കുമ്പോൾ ഇഞ്ഞുണ്ട് ആൾ കാണാം, ഇഞ്ഞുണ്ട് ആൾ കാണാം. എന്ത് കാണലേ? ആർക്കായി കാണേണ്ട? ഇയാളെ കാണേണ്ടത് എപ്പോഴാണ്? ഹയാത്ത് കാലത്ത് പോയി കാണുക. ഹയാത്ത് കാലത്ത് പോയിട്ട് തൊലാഖത്തുൽ വജി, ഒരു മുഖപ്രസന്നത കാണിക്കുക, തബസ്സുമ് ഒന്ന് പുഞ്ചിരിക്കുക, ഒന്ന് മുസാഫഹത്ത് ചെയ്യുക, അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുക. അതൊക്കെ ഹയാത്ത് കാലത്താണ്. ഹയാത്ത് കാലത്ത് ആർക്കും ഇപ്പം കാണണ്ട. മരിച്ചിട്ട് കാണാനുള്ള തിരക്കോട് തിരക്ക്. ആരൊക്കെ വന്ന് കാണുന്ന ജാതി മതം ബാക്കി ഒന്നും വ്യത്യാസമല്ല. ഈ പ്രദർശനത്തിന് വെക്കുന്നതിൽ മയ്യത്തിന് എന്ത് ഗുണാണ് കിട്ടാനുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു ദീൻ പഠിച്ചിരിക്കുന്ന ആളുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് യാസീൻ, അയാളെ മരിച്ചത് മുതൽക്ക് യാസീൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നു, ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ടേയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ അവരുടെ ഹദറത്തിലേക്ക് ഒരൊറ്റ ദിവസം സുബ്ഹാന ജല്ല ജലാലു ലോകത്തിന്റെ നാനാഭാഗത്ത് പരന്നു കിടക്കുന്ന ഉസ്താദിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, ഇന്നുള്ള ആലിമിങ്ങളുടെ പരമ്പരയിൽ മുതഅല്ലിമും ആലിമും മുഅല്ലിമും മുദരിസും ഖാദിയുമായി എത്രായിരം ആളുകളാണ്. വലി ഉസ്താദീന വലി മശായിഖിനാ, ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും അവരുടെ ഉസ്താദുമാർക്കും ഞങ്ങളെ മശായിഖുമാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഓരോ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ലക്ഷക്കണക്കിന് ദുആഇന്റെ പുഴ അവരെ ഖബറിലേക്ക് ഒഴുകുകയല്ലേ. ഓർത്തു നോക്കൂ നിങ്ങൾ, എത്ര ലക്ഷക്കണക്കിന് ദുആയാണ് ഒരൊറ്റ ദിവസം മഹാന്മാരെ ഹദറത്തിലേക്ക് എത്തുന്നത്. ഇരിക്കുന്ന നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഒരു ദിവസം എത്ര ദുആയാണ്. വലി അസാതിദത്തിന വലി ഉസ്താദീന, ആരാണ് പറയുന്നത്? നേരിട്ട് ശിഷ്യന്മാർ, ഞങ്ങൾ ഉസ്താദുമാർ, ശിഷ്യന്മാർ നമ്മളെ മശായിഖുമാർ. പടച്ചവൻ ഞങ്ങൾ ഉസ്താദുമാരുടെ ഉസ്താദുമാർ. മലയാളത്തിലും അറബിയിലും ഉറുദുവിലും പല ഭാഷയിലുമായി എത്രായിരം ദുആയാണ്. ഈ സമ്പാദ്യം നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാൽ കിട്ടുമോ? വ്യവസായത്തിൽ പ്രവർത്തിച്ചാൽ കിട്ടുമോ? മറ്റേതെങ്കിലും രൂപത്തിൽ പ്രവർത്തിച്ചാൽ കിട്ടുമോ? അത് ഇൽമു കൊണ്ട് മാത്രം കിട്ടുന്ന സമ്പാദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഈ COVID-19 ഒക്കെ വന്ന് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിഹ്നിച്ചെറിയപ്പോൾ ഇനി ഓതണ്ട, പഠിക്കണ്ട എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇൽമുമായി ബന്ധപ്പെട്ടത് എന്നും അത് 18ആണ്, അത് എന്നും 24 കാരറ്റ് തങ്കമാണ്. ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ നമ്മൾ നല്ലപോലെ മുന്നോട്ട് പോവുക തന്നെ വേണം ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ്